ശാന്തയാ ശ്യാമയാ യാമിനി യാമിനി ശാന്തയാ ശ്യാമയാ യാമിനി യാമിനി നീ എൻ സാന്ത്വന മധുരമാ സംഗീതം സംഗീതം നിന്റെ താന്ത തരള സ്വരജപമണികൾ നിന്റെ താന്ത തരള സ്വരജപമണികൾ തഴുകിയിരിക്കാം ഞാൻ തഴുകിയിരിക്കാം ഞാൻ ശാന്തയാ ശ്യാമയാ യാമിനി യാമിനി എരിഞ്ഞടങ്ങിയോരൻ സൂര്യനിൽ നിന്നും അടർന്ന കിരണം ഞാൻ എരിഞ്ഞടങ്ങിയോരൻ സൂര്യനിൽ നിന്നും അടർന്ന കിരണം ഞാൻ എന്റെ സൂര്യനിലേക്കു മടങ്ങാൻ എന്റെ സൂര്യനിലേക്കു മടങ്ങാൻ ഉളറും കിരണം ചരമസാഗര സീമയിൽ നിന്നും ഉദയാദ്രിയിലേക്കെത്ര ദൂരം പറയൂ 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 ശാന്തയാ ശ്യാമയാ യാമിനി യാമിനി നീ എൻ സാന്ത്വന മധുരമാ സംഗീതം സംഗീതം നിന്റെ താന്ത തരള സ്വരജപമണികൾ തഴുകിയിരിക്കാം ഞാൻ തഴുകിയിരിക്കാം ഞാൻ ശാന്തയാ ശ്യാമയാ യാമിനി യാമിനി ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. രാത്രി ഉറക്കം കഴിഞ്ഞ് നോക്കിയപ്പോ കട്ടിലിൽ ആളില്ല. അപ്പോഴേ ഞാൻ ഊഹിച്ചു ഇവിടെ വന്നിരിക്കുന്നുണ്ടാവുമെന്ന്. ഇവിടെ ഒന്ന് ഒറ്റയ്ക്കിങ്ങനെ ഇരിക്കുമ്പോ ഇവരുടെ സാന്നിധ്യം ആന്റിക്ക് ഫീൽ ചെയ്യാറുണ്ട് ഇല്ലേ ആന്റി? ഫിസിക്സിന്റെ വർക്ക് കുറച്ചുകൂടി പകർത്താനുണ്ട്. ഞാൻ അപ്പുറത്തോട്ട് ചെല്ലട്ടെ?
കഴിച്ചിട്ടെന്താ ദേവേടത്തി കാര്യം? ദേ ഇരിക്കുന്ന കോലം കണ്ടില്ലേ? എനിക്കാണെങ്കിൽ ഒത്തിരി തടി വെച്ച് കാണാൻ എന്താശയാണെന്നോ. ദൈവത്തിന് പോലും ഇക്കാര്യത്തിൽ ആന്റിയോടാ പക്ഷപാതം. ഒരാൾക്ക് വേണ്ടതിന്റെ 1/4 കഴിക്കുന്നുള്ളൂ. അല്ല ആന്റി, നമ്മുടെ ബാലമാവിനെ കണ്ടിട്ടിപ്പോൾ നാള് കുറച്ചായല്ലോ. ബാലേട്ടനല്ല ആള്. വരുമ്പോ പറയാൻ വന്നു. വീട്ടിൽ കാണുവോ? അന്വേഷിക്കുമ്പോഴൊന്നും കാണാറില്ല. താക്കോല് കാര്യസ്ഥനെ ഏൽപ്പിച്ചിട്ട് ദേശാടനത്തിന് ഇറങ്ങിയിട്ടുണ്ടാവും. എപ്പോഴെങ്കിലും തോന്നിയാൽ മടങ്ങി വരും. ഏറിയാൽ 2 ദിവസത്തേക്ക്, പിന്നെയും ഇറങ്ങും. അങ്ങനെ ഒരു ജന്മമായി പോയി. സ്വന്തം പറയാൻ പാവത്തിന് ആരും ഇല്ലഞ്ഞിട്ടല്ലേ? അത് സ്വയം വേണ്ടാന്ന് വെച്ചിട്ടല്ലേ? സ്വയം വേണ്ടാന്ന് വെച്ചിട്ടാണോ അതോ? ഹിന്ദു, സോറി. ഹോസ്പിറ്റലിലേക്ക് പുറപ്പെടാൻ സമയമായി. ആന്റി, കോളേജിൽ പോകാൻ സമയമായി. വൈകണ്ട. ഗുഡ് മോർണിംഗ് ഡോക്ടർ. ഓപ്പറേഷൻ എല്ലാം ശരിയാക്കും. ഓക്കെ ഡോക്ടർ. ഞാനിപ്പോ വരാം. ശരി. ഗുഡ് മോർണിംഗ്. മോർണിംഗ്. ഇപ്പൊ വേദന എങ്ങനെയുണ്ട്? കുറവുണ്ട് ഡോക്ടർ. മരുന്ന് കഴിക്കണേ. കൈനറ്റിക് ഹോണ്ട. എന്തുപറ്റി? കേടായി? എന്തെങ്കിലും ഹെൽപ്പ് വേണോ? കാണാൻ കൊള്ളാവുന്ന പെൺകുട്ടികൾക്ക് ഹെൽപ്പ് ഓഫർ ചെയ്യാൻ വേണ്ടി ഒഴിഞ്ഞിട്ട കുറെ ജീവിതങ്ങളുണ്ട്. രാവിലെ ഇറങ്ങിക്കോളും, വേറെ തൊഴിലൊന്നും ഇല്ലാത്ത പോലെ. കേട്ടോ മിസ്, പേരറിയില്ല, എന്തോ ആവട്ടെ. ഇപ്പോഴീ പറഞ്ഞോണ്ടല്ലോ, അക്ഷരം പ്രതി ശരിയാണ്. 100% കറക്റ്റ്. കാണാൻ കൊള്ളാവുന്ന പെൺകുട്ടികൾക്ക് സഹായം ഓഫർ ചെയ്യാനും അതുവഴി ഒരു ലൈൻ ഇടാനും ഒരുപാട് പേരുണ്ടാവും. പക്ഷേ അത് കാണാൻ കൊള്ളാവുന്ന പെൺകുട്ടികൾക്കാണ്. ആ വിശേഷണം നിങ്ങൾ അറിയിക്കുന്നില്ല. യു ആർ എ BA. വാട്ട്? ബിലോ ആവറേജ്. വെരി മച്ച് ബിലോ ആവറേജ്. ഞാൻ ബിലോ ആവറേജ് ആണെന്ന്. സ്റ്റുപ്പിഡ്. ബാലസാറേ, ബാലസാറേ, ദാ ഹോസ്പിറ്റലെത്തി. ശകാരിക്കാനാണ് ഭാവം. മുഖം കണ്ടാൽ അറിയാം. ശകാരിച്ചോളൂ. അത് കേൾക്കാനുള്ള സുഖം ഓർത്തിട്ടാണ് ഇങ്ങോട്ട് തന്നെ പോകുന്നത്. BP എത്രയുണ്ടെന്നറിയോ? ഹെൽത്തിന്റെ കണ്ടീഷനെ കുറിച്ച് വല്ല ബോധമുണ്ടോ? ഇത്തരം ഭാരിച്ച കാര്യങ്ങളൊന്നും എനിക്ക് അറിയണ്ടാരായ ലക്ഷ്മി. ഈ കണക്കിന് പോയാൽ ഏറെ എത്തില്ല എന്നല്ലേ അറിയാം. നോ കംപ്ലൈൻസ്, നോ റിഗ്രറ്റ്സ്. ബാലേട്ട, എന്തിനിങ്ങനെ അറിഞ്ഞുകൊണ്ട് സ്വയം? ശകാരിച്ചോളൂ, പക്ഷെ ഉപദേശം മാത്രം വേണ്ട. ബാലേട്ട റെസ്റ്റ് എടുക്കൂ. ഉത്തരവ്. രാജലക്ഷ്മി, എന്താ ബാലേട്ട? ഒന്നുമില്ല, പൊയ്ക്കോളൂ. നാശം. പുതിയ ബ്ലോക്കിന്റെ പണി തീരാൻ ഒരു 6 മാസം എടുക്കും. എന്നിട്ട് വേണം ചിൽഡ്രൻസ് വാർഡ്
ഒരു പ്രത്യേക ബ്ലോക്കാക്കി മാറ്റാൻ. യെസ്, കം ഇൻ. ഗുഡ് മോർണിംഗ് ഡോക്ടർ. ഉദ്ഘാടനമോ? എനിക്ക് ഈ വക ഫംഗ്ഷൻ ഒന്നും താല്പര്യമില്ലെന്ന് അറിഞ്ഞൂടെ? അഫ്കോഴ്സ്, വെൽക്കം. ശരി. ഗുഡ് മോർണിംഗ് ഡോക്ടർ. നിങ്ങൾ ചെറുപ്പക്കാർക്ക് ഇത് എന്തിന്റെ കുഴപ്പമാ? എന്താ ഡോക്ടർ? കമ്പനിന്ന് ബൈക്ക് തരുന്നെന്ന് കരുതി അതിന്റെ സൈലൻസർ ഇളക്കി വെച്ച് നാട് മുഴുവൻ ശബ്ദം ഉണ്ടാക്കി നടക്കണമെന്നുണ്ടോ? ഈ ഹോസ്പിറ്റൽ അറ്റ്മോസ്ഫിയറിന് അത് എന്തൊരു ഡിസ്റ്റർബിംഗ് ആണെന്ന് അറിയാമോ? ഐ എം സോറി ഡോക്ടർ, സൈലൻസർ ഇളക്കി വെച്ചിട്ടല്ല. ബുള്ളറ്റ് വണ്ടിക്ക് മൊത്തത്തിലൊരു അല്പം സൗണ്ട് കൂടുതലാ. Then you better change the vehicle. ഈ ഹോസ്പിറ്റലിലേക്ക് ഇനിയും വരണമെന്ന് ഉദ്ദേശമുണ്ടെങ്കിൽ. Of course doctor, I will consider it. Well doctor, I am from B&V Pharmaceuticals. ഈ ഏരിയയിലേക്ക് കഴിഞ്ഞ ആഴ്ച ട്രാൻസ്ഫർ ആയി വന്നതേ ഉള്ളൂ. And my name is B&V എന്നല്ലേ പറഞ്ഞേ? എങ്കിൽ കൂടുതലൊന്നും പറയണ്ട. ഓ. നിങ്ങളുടെ കമ്പനിക്കെതിരായി ഞാൻ ഡ്രഗ് കൺട്രോൾ കഴിച്ച കംപ്ലൈൻസിന്റെ ഡീറ്റെയിൽസ് ആണ് ഈ ഫയലിൽ. 4 മാസത്തിന് മുമ്പ് ഒരു ഓർഡർ അങ്ങനെ തന്നെ റിജക്ട് ചെയ്തു. സബ്സ്റ്റാൻഡേർഡ് മെഡിസിൻസ്. അത് ഡോക്ടർ, പിന്നെ ആ പെർട്ടിക്കുലർ പീരീഡിൽ ഞങ്ങളുടെ പ്രൊഡക്ഷനിൽ കുറച്ച് പ്രോബ്ലംസ് ഉണ്ടായി. ഇനി അങ്ങനെ ഒരു പരാതി ഉണ്ടാവില്ല. എന്നെ ഇപ്പൊ ഈ ഏരിയയിലേക്ക് അയച്ചിരിക്കുന്നത് തന്നെ കമ്പനിയെ കുറിച്ചുള്ള ഈ ബാഡ് ഇംപ്രഷൻ ഒന്ന് മാറ്റിയെടുക്കാൻ വേണ്ടിയാണ്. പക്ഷേ എന്റെ ഇംപ്രഷൻ മാറ്റിയെടുക്കാൻ നിങ്ങൾക്ക് കഴിയുമെന്ന് തോന്നുന്നില്ല. അങ്ങനെ പറയരുത് ഡോക്ടർ, ഒരബദ്ധം ആർക്കും പറ്റാം. പറ്റാം, ബട്ട് നോട്ട് ഇൻ ദിസ് ഫീൽഡ്. നിങ്ങൾ ഉണ്ടാക്കി മാർക്കറ്റിലേക്ക് അയക്കുന്നത് കളിക്കോപ്പുകളല്ല, മെഡിസിൻസ് ആണ്. മനുഷ്യന്റെ ജീവൻ കൊണ്ടാണ് കളിക്കുന്നത്. ഐ ഡോണ്ട് വാണ്ട് മൈ പേഷ്യൻസ് ടു സഫർ. അല്ല ഡോക്ടർ. നോക്കൂ മിസ്റ്റർ, മറ്റൊന്നും പറയാനില്ലല്ലോ. ഐ എം ലിറ്റിൽ ബിസി, പ്ലീസ്. ഇവിടെ കയറി വന്നാൽ ഇങ്ങനെ പെരുമാറുമെന്ന് ഇതിന് മുൻപ് അനുഭവമുള്ള എന്റെ കൊളീഗ്സ് പറഞ്ഞിരുന്നു. അവര് പറഞ്ഞ 10% ശരിയായി. പക്ഷെ ഡോക്ടർ, എന്നെ ഇവിടെ പോസ്റ്റ് ചെയ്തിട്ട് എനിക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ലെന്ന് വന്നാൽ ഡോക്ടറിനെ ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇതിന്റെ അഭിമാനത്തിന്റെ പ്രശ്നമാണ്. സോറി ഡോക്ടറുടെ മക്കൾ എന്തെങ്കിലും തെറ്റ് ചെയ്താൽ ഡോക്ടർ ക്ഷമിക്കില്ലേ? എന്നെ ഒരു മകനെ പോലെ കരുതണം. കമ്പനിക്ക് വേണ്ടി ഞാൻ വേണമെങ്കിൽ ഡോക്ടറെ കാല് പിടിക്കാം. പ്ലീസ് ഡോക്ടർ. താങ്ക് ഗോഡ്, ഓർഡർ കിട്ടിയില്ലെങ്കിൽ കൂടെ വിരോധമില്ല. ഡോക്ടർ ഒന്ന് ചിരിച്ചു കണ്ടല്ലോ. ഈ കമ്പനിയിലെ ജോലി നഷ്ടപ്പെട്ടാലും നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിട്ട് വരില്ല. ഈ നാക്കുള്ളത് കൊണ്ട് എവിടെ ചെന്നാലും നിന്ന് വഴക്കാം. താങ്ക് യു ഫോർ ദി കോംപ്ലിമെന്റ്. നൗ യു ക്യാൻ ഗോ. അല്ല ഡോക്ടർ, ഞാൻ പറഞ്ഞു വന്നത് കമ്പനിയുടെ പ്രോഡക്ട്സ്. ദാ അതാണ് വാതില്. എന്താ ഈ രാത്രിയിൽ കണ്ണാടിന്റെ മുന്നിൽ നിന്ന് ഒരു ചന്ത നോക്കല്? വെറുതെ മുടി എങ്ങനെ ഇട്ടാലാണ് ഇണക്കൊന്ന് നോക്കായിരുന്നു. മണി എത്രേ? ഉറക്കം വരുന്നില്ലേ? യെസ് ആന്റി. ഗുഡ് നൈറ്റ്. ആന്റി, ഒരു കാര്യം ചോദിച്ചാ നേരായിട്ട് പറയൂ. എന്താ കാര്യം? എന്നെ കാണാൻ എങ്ങനെയുണ്ട്? ഒരു സൗന്ദര്യം ഇല്ലാണ്ട് ബിലോ ആവറേജ് അങ്ങനെയാണോ? ആരാ പറഞ്ഞ മണ്ടത്തരം? യു ആർ ബ്യൂട്ടിഫുൾ. താങ്ക്സ്. ഉറങ്ങാൻ നോക്ക്. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഡിയർ ഫാദർ, വന്ന ഉടനെ എഴുതണമെന്ന് കരുതി. പിന്നെ തോന്നി പുതിയ സ്ഥലവും ഇവിടുത്തെ ജോലിയും എല്ലാം ഒന്ന് ഇണങ്ങി വന്നിട്ടാവും വിസ്തരിച്ചെഴുത്തുന്നത്. ആദ്യം കിട്ടുന്ന അവധിക്ക് ഞാൻ വരും.
കുട്ടികളെ എന്റെ സ്നേഹാന്വേഷണങ്ങൾ അറിയിക്കണം. എല്ലാവരോടും നന്നായി പഠിക്കാൻ പറയണം. മിടുക്കന്മാർക്ക് രാജു ചേട്ടൻ വരുമ്പോ സമ്മാനങ്ങൾ കൊണ്ടുവരും. ആരാ മനസ്സിലായില്ല? അത് തന്നെയാണ് എനിക്കും പറയാനുള്ളത്. ഓ, നിങ്ങളാണല്ലേ പുതിയ റൂംമേറ്റ്? നിങ്ങളാണല്ലോ ഇവിടെ നേരത്തെ ഉള്ള റൂംമേറ്റ്. ഐ എം അജയൻ. അജി എന്ന് വിളിക്കും. ഐ എം രാജു. ഞാൻ കഴിഞ്ഞ ഒരു 10 ദിവസമായിട്ട് സ്ഥലത്തില്ലായിരുന്നു. ഹെഡ് ഓഫീസിൽ നിന്നും തന്തപ്പുഴയുടെ എമർജൻസി മെസ്സേജ് വന്നു, ഉടനെ ചെല്ലാൻ. അടുത്ത് വിളിച്ചിരുത്തി മൂപ്പിൽ ഒരു ഗിരിപ്രഭാഷണം. ഈ കല്യാണം എന്ന് പറയുന്നത് നടക്കേണ്ട സ്ഥലത്ത് നടക്കണം. അത് ദൈവത്തിന്റെ ഒരു നിയോഗമാണ്. നീട്ടിക്കൊണ്ട് വന്ന തെറ്റാണ്. എന്റെ ആശാനെ ഞാൻ കരുതി എന്നെ പിടിച്ച് പെണ്ണ് കെട്ടിക്കുന്ന കാര്യമാണെന്ന്. അതല്ല, മൂപ്പിൽ സ്വന്തം കാര്യമാണ് പറഞ്ഞത്. എബൌട്ട് എ സെക്കൻഡ് മാരേജ്. അങ്ങനെ സ്വന്തം അച്ഛന്റെ വിവാഹ നിശ്ചയം ആദ്യ അവസാനക്കാരനായി നിന്ന് നടത്തിക്കൊടുത്ത ശേഷമുള്ള വരവാണ്. കല്യാണത്തിന് ഞാൻ പോയില്ല. ഒരു ടെലഗ്രാം കാച്ചും സ്വന്തം അച്ഛന്. വിഷ് യു എ ഹാപ്പി മാരീഡ് ലൈഫ്. സ്വന്തം മകൻ. കൺവേ മൈ റിഗാർഡ്സ്. രാജു മോനെ ടൂത്ത് പേസ്റ്റ് ഉണ്ടാ? ഉണ്ടല്ലോ. എന്റെ ലോനപ്പേട്ടോ രാവിലെ തന്നെ തുടങ്ങി ഓസ്. നീ നിന്റെ ജോലി നോക്ക്. പേസ്റ്റ് കടം തരാം, കുഴപ്പമില്ല. പക്ഷെ ബ്രഷും ടങ് ക്ലീനറും കയറി കടം ചോദിക്കല്ലേ. ഉമിക്കരി വേണേ ഞാൻ തരാം. ഒന്ന് പോടാ അവിടുന്ന്. ഓസ് ഓസ് എന്ന് പറഞ്ഞ പിന്നെ സോപ്പുണ്ടോ? സോപ്പ് നിന്റെ ഒരു സോപ്പ്. അതെ ഹലോ. ഹലോ. പർച്ചേസിന് ഇറങ്ങിയതാവും ഫ്രണ്ട്സ് എല്ലാരും കൂടി. അതെ. ഐ സി. ഇന്നത്തെ സ്കൂട്ട് എടുത്തില്ലേ? ഇല്ല, ബൈ ബൈ. ഞങ്ങൾ മൂന്നുപേരും കൂടെ അത് കയറി ശരിയാവില്ല. ഓ അത് ശരി. എങ്കിൽ പിന്നെ കാർ എടുക്കായിരുന്നില്ലേ? കാർ ഫ്രീ ആയിരുന്നില്ല. ഓ ഐ സി. ബൈ ബൈ. ലുക്ക് മിസ്റ്റർ, ഇനി വല്ല ചോദ്യങ്ങളുണ്ടോ? ഉണ്ട്. ഉണ്ടെങ്കിൽ എല്ലാം കൂടി ഒരുമിച്ചൊരു കടലാസിൽ എഴുതി തന്നേക്ക്. ആഹാ. സ്വസ്ഥമായിട്ടിരുന്ന് മറുപടി എഴുതി തരാം. ആ. വേറെ പണിയൊന്നുമില്ല മിസ്റ്റർ നിങ്ങൾക്ക്? B&B Pharmaceuticals. Nice meeting you. See you again. കുറച്ചു നേരം ആയല്ലോ അച്ഛൻ എറിഞ്ഞു വാട്ടുന്നു. ഇതിപ്പോ തുടങ്ങി ഈ സെയിൽ പ്രൊമോഷൻ. അത് ഞാൻ ചുമ്മാ വെറുതെ അവരുടെ ലോക്യം പറഞ്ഞെന്ന് മാത്രം. അതെ അതെ, ലോഹിത്ത് തന്നെ തുടക്കം. ഏതാ ഈ പ്രോഡക്റ്റ്? ചുമ്മാ കിടന്ന് ഉരുളാളിയാ. വിവരമായിട്ടാണ് പറഞ്ഞേ. മോനെ രാജു. അതെ ഇതാ രാജു. രാജു, നിന്റെ ഈ പ്രായത്തിൽ ഏതെങ്കിലും ഒരു പെൺകൊച്ചിനോട് അങ്ങനെ ഒരു വികാരം തോന്നി യാതൊരു തെറ്റുമില്ല. കാര്യം എന്താന്ന് വെച്ചാൽ അങ്ങ് തുറന്ന് പറ. തുറന്നു പറയാനായിട്ട് അതിന് കാര്യം എന്തെങ്കിലും ഉണ്ടായിട്ട് വേണ്ടേ? ഇല്ലാതെ പിന്നെ ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതോ? എന്ത് കണ്ടെന്ന്? ആ 3 പെമ്പിള്ളേരുടെ നടുവിൽ താനൊരു ശ്രീകൃഷ്ണനെ പോലെ നിന്ന് ശൃംഗരിച്ചത്. നോക്കൂ രാജു, A+B ഹോൾ സ്ക്വയർ എന്ന് വന്നാൽ അത് എത്രയാവുന്ന കണ്ടുപിടിക്കാനുള്ള ബുദ്ധി ഞങ്ങൾക്കും ഉണ്ട് അല്ലേ? അതെ അതെ. നേര് പറയും. ആ. ആരാ കക്ഷി? എങ്ങനെയാ തുടക്കം? ഇപ്പോൾ ഒരു സ്റ്റേജ് വരെ എത്തി. വെറുതെ മനുഷ്യനെ പിടിച്ച് കുരങ്ങാക്കരുത് കേട്ടോ. രാജു, ഒന്നുമില്ലെങ്കിലും നമ്മൾ ഒരേ മുറിയിലെ അന്തവാസികളല്ല അളിയ. അത് ഓർത്തിട്ടെങ്കിലും നീ നേര് പറ. എന്റെ പൊന്നജി, നീ കരുതും പോലെ ഒരു ചുക്കുമില്ല. പിന്നെ എനിക്കിത് കേൾക്കുമ്പോഴാ നോക്ക്, ആരെങ്കിലും ഒരു പ്രേമലേനി വീണെന്ന് കേട്ടാ അവരെ മനസ്സറിഞ്ഞ് പ്രോത്സാഹിപ്പിക്കുക എന്റെ പണ്ട് തൊട്ടുള്ള ഒരു ബലഹീനതയാണ്. നിന്റെ തുണയ്ക്ക് ഞാനുണ്ട്. അളിയും കാര്യം പറ. പറയിപ്പിച്ചേ ഞങ്ങൾ അടങ്ങും. ഒന്ന് പറഞ്ഞുതരാം രാജു, എന്നിട്ട് വേണം നമുക്കൊന്ന് ആഘോഷിക്കാൻ. പാവം പൂച്ച കണ്ണടച്ച് പാല് കുടിച്ചാ നമ്മൾ ആരും അറിയത്തില്ലല്ലോ. ദൈവത്തിന്റെ നേര് കൊണ്ടാ എന്റെ കൺമുമ്പിൽ തന്നെ വന്ന് പാല് മുറിഞ്ഞത്. ആണോ? ആ. എനിക്ക് കേട്ടോ, എനിക്ക് അവളോട് ഇഷ്ടമാണ്. അതിനിപ്പോ നിങ്ങൾക്ക് എന്ത് വേണം? കോടടിയാക്കി കൈ കൊടുക്കാൻ വരട്ടെ. അവളെ ഇഷ്ടമാണ്, ശരി. പക്ഷെ ഐറ്റംസ് 3 ഉണ്ടായിരുന്നല്ലോ, അതിലേതാണ് ഈ അവൾ? പിന്നെ നമ്മുടെ കക്ഷികളെ അവിടെ ഇരിപ്പുണ്ട്. ഞാൻ അവിടെ നിന്ന് പോയിട്ട് ഇപ്പൊ ഇങ്ങ് വരാം. നീ അവിടെ ഇരിക്കുന്ന. അച്ഛനെ, ഒരു മിനിറ്റ്. ഹലോ കേസ്. പഴയതുപോലെ വായു നോക്കി നടക്കാൻ സമയം കിട്ടുന്നില്ല. ഐ എം വെരി ബിസി. അജി, അജി, പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം? കുറെ നാളായല്ലോ. സോറി എന്റെ അളിയ, പണ്ട് പരിചയമുള്ള പെങ്കൊച്ചുങ്ങളെ തരത്തിന് കിട്ടിയപ്പോൾ ഒരു റിന്യൂവൽ ലൈൻ അടിച്ചല്ലേ. ചൊള്ളാൻ വേറെ ആരെയും കിട്ടിയില്ലായിരിക്കും. അത് നീ എത്ര ഫീൽ ചെയ്യുന്ന എന്തിനാ? See you again. Bye. ബൈ. ബൈ.
എന്തിനാ വെറുതെ ഒരു സിയു പറഞ്ഞ് ഇവിടെ വെച്ച് യാത്രയാക്കിയത്? ചെന്ന് എവിടം വരെയാണെന്ന് വെച്ചാ കൊണ്ടാക്കിയിട്ട് പോരെ. അത്രയും നേരം കൂടി ചൊല്ലാലോ. എന്തോ 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 ഇങ്ങോട്ട് നോക്കി. എന്താ കുറച്ചു മുമ്പ് പറഞ്ഞത്? സൊല്ലാം വേറെ ആരെയും കിട്ടിയില്ല എന്ന്. അപ്പോ ഞാൻ സൊല്ലുകയല്ല, നിനക്ക് വിഷമം. ഇവരോട് സൊല്ലുകയിലാണ്. അങ്ങനെ വഴിക്ക് വാ മോനെ. ഇക്കൂട്ടത്തിൽ നിന്റെ പ്രതി ഉണ്ടായിരുന്നു. ഛേ, വെറുതെ താൻ എന്തൊക്കെയാ പറയുന്നത്? ഇന്ദു, സതി, ഉഷ, ഇതിലേതാണ് അളിയാ നിന്റെ പ്രതി? ആ, എനിക്കൊന്നും അറിയില്ല. ഇന്ദു ആകാൻ വഴിയില്ല. പ്രാണനിൽ കൊതിയുള്ള ഒരുത്തനും അവളെ കയറി പ്രേമിക്കില്ല. എന്താ എന്താ കോളേജ് കെമിസ്ട്രി ലാബിൽ വെച്ച് എന്തോ തമാശ പറഞ്ഞതിന് ഡെമോൺസ്ട്രേറ്ററുടെ മുഖത്ത് ആസിഡ് നിറച്ച ടെസ്റ്റ് ട്യൂബ് വലിച്ചെറിഞ്ഞ കക്ഷിയാണ്. അവളെ പ്രേമിക്കാനുള്ള ധൈര്യം ഏതായാലും നിനക്കില്ല. പിന്നെ ഉള്ളത് ഉഷ. തെറ്റില്ല, അസൽ സ്പോർട്സ് അത്ലറ്റാണ് നമ്മുടെ PT ഉഷ ലൈൻ. റൊമാൻസിലാണെങ്കിൽ ഒന്നിട്ട് പ്രീവിയസ് എക്സ്പീരിയൻസും ഉണ്ട്. ഹായ് ഉഷ. ഹായ് അജയ്. രാവിലെ പ്രാക്ടീസിന് ഇറങ്ങിയായിരിക്കും. അജയ് രമേശിനെ അറിയില്ലല്ലേ? ഇല്ല. ഇതെന്റെ വുഡ്ബിയാ. ഹലോ. പുള്ളിക്കാരൻ സ്റ്റേറ്റ്സിലാ. മാരേജ് കഴിഞ്ഞാ ഞങ്ങൾ സ്റ്റേറ്റ്സിലേക്ക് പോകും. രമേശ്, ഇത് മിസ്റ്റർ അജയൻ, a friend of mine. ഹലോ. നൈസ് മീറ്റിംഗ് യു. See you, Ajay. See you. അപ്പോ ഉഷ കളരിക്ക് പുറത്ത്. ഇനിയുള്ളത് സതിയാ. ഞാനൊരു കാര്യം തുറന്നു ചോദിച്ചാൽ സതി സത്യം പറയുമോ? ചോദിച്ചോളൂ. സതിയുടെ മനസ്സിൽ, അതായത് വാട്ട് ഐ മീൻ ഈസ്. എന്തിനാ ഇങ്ങനെ വളച്ചിട്ട് ചോദിക്കുന്നേ? നേരെ തുറന്നു ചോദിച്ചൂടെ? ഓഫ് കോഴ്സ് ചോദിക്കാം. എന്നാലും എന്നാലും വേണ്ട, ചോദിക്കാതെ തന്നെ ഞാൻ പറയട്ടെ. എന്ത്? എത്ര നാളെ ഞാൻ ഈ ചോദ്യം ഒന്ന് കേൾക്കാൻ കൊതിച്ചു തുടങ്ങിയിട്ട്. എനിക്ക് അജയ് ഇഷ്ടാ. ആദ്യം കണ്ടപ്പോഴേ ഇഷ്ടായി. ആ ഉണ്ട കണ്ണും നീളൻ മൂക്കും എല്ലാം. ആണുങ്ങളായ ഇതുപോലെ ഇരിക്കണം. അജയ്, യു ആർ ദ പെർഫെക്റ്റ് മാൻ ഓഫ് മൈ ഡ്രീംസ്. സതി. എടാ കാലമാടാ, നിന്റെ പ്രേമസാഫല്യത്തിന് വേണ്ടി ഞാൻ ചെന്ന് ചാടിയ മരണക്കണി ഇടിയൻ കേശവലയുടെ കയ്യിലോട്ട് എന്റെ ശരീരം ചെന്നുപെട്ട അങ്ങേർക്കൊന്ന് കൂട്ടി തിരുമാൻ കൂടി തികയത്തില്ല. ചിരിച്ചോ ചിരിച്ചോ. എന്നെക്കാളും വലിയ എടുത്തിയാ നിന്റെ തല വീഴാൻ പോകുന്നത്. പ്രേമിക്കാൻ കണ്ട ഒരു സാധനം. ഇന്ദു വാദ്യാർ മുഖത്ത് ആസിഡ് ഒഴിച്ച പാർട്ടിയാ. അറിയോ? അയ്യോ, നീ അനുഭവിക്കോളിയാ. എന്താ ആരോടും പറയാതെ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നതിന് ശകാരിക്കാനാവും തുടക്കം. ആയിക്കോട്ടെ, എനിക്കവിടെ മടുത്തു. ഈ മുറിയിൽ മറ്റാരും വരുന്ന എനിക്കിഷ്ടമല്ല. ജീവിതത്തിൽ നിന്നോ നീ എന്നെ അകറ്റി നിർത്തി. നിനക്ക് ഞാൻ ഇപ്പോഴും ഒരു അന്യനാണ്, അല്ലേ രാജലക്ഷ്മി? ഈ പിയാനോ മുത്തശ്ശൻ വാങ്ങിച്ചതാ. എന്നെയും നിന്നെയും ഇത് വായിക്കാൻ പഠിപ്പിച്ചത് ഒരേ മ്യൂസിക് ടീച്ചറാ. ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ് ഞാൻ ഇന്നിത് വായിച്ചത്. മറന്നിട്ടില്ല രാജലക്ഷ്മി, നീയുമായി ബന്ധപ്പെട്ടതൊന്നും ഞാൻ മറന്നിട്ടില്ല. സോറി, ഞാനിവിടെ വരരുതായിരുന്നു. ഇതൊന്നും പറയരുതായിരുന്നു. റിയലി സോറി. വരട്ടെ. ബാലേട്ട, ഈ രാത്രിയിൽ ബാലേട്ടൻ ഇനി പോകണ്ട. പോകാനുള്ളവര് പോയല്ലേ പറ്റൂ. നേരത്തെ ആയാൽ അത്രയും നല്ലത്. ഇപ്പൊ ബാലമാവ് എവിടേക്കാ പോകുന്നത്? എവിടേക്കും. പെട്രോൾ തീരുന്നവരെ വണ്ടി ഓടില്ലേ മോളെ. ഗുഡ് നൈറ്റ്. പാവം ബാലമാവൻ. അജി
ഒന്ന് ഉറങ്ങാൻ സമ്മതിക്കില്ല അല്ലേ? എടാ, അവളെ കുറിച്ച് നീ പറഞ്ഞൊക്കെ ശരിയാണോ? ആരെ കുറിച്ച്? ഇന്ദു. എന്തോന്ന്? ആസിഡ് ബൾബ്. ആണോന്ന്? എടാ, ഉള്ള സത്യത്തിന്റെ 10 തന്നെ നിന്നോട് ഞാൻ പറഞ്ഞിട്ടുള്ളൂ. മുഴുവൻ പറഞ്ഞാൽ ഇപ്പോഴേ നിന്റെ കാറ്റ് പോകും. അവളെ ആ ഡോക്ടർ രാജലക്ഷ്മിയുടെ അനന്തരവളെ അറിയൂ? ഇന്ദു ഡോക്ടർ രാജലക്ഷ്മിയുടെ അനന്തരവള് ഒരുമിച്ച താമസം, മകളെ പോലെ. ആ അഹങ്കാരം മുഴുവൻ ആ മരുമക്കം കിട്ടിയിട്ടുണ്ട്. യെസ്. ഹലോ. മിസ്റ്റർ, നിങ്ങളോട് ആര് പറഞ്ഞു ഇവിടെ കയറി വരാൻ? ആരും പറഞ്ഞില്ല. പിന്നെ മുൻകൂട്ടി ചോദിച്ച് അനുവാദം വാങ്ങിയാൽ മാത്രമേ അകത്ത് വരാവൂ എന്നൊരു ബോർഡ് പുറത്ത് എഴുതി വെച്ച് കണ്ടില്ല, അതുകൊണ്ട് കയറി വന്നു. ഡോണ്ട് ട്രൈ ടു മീ ടു സ്മാർട്ട്. വഴി വെച്ചുള്ള ശല്യം പോരാഞ്ഞിട്ടാണോ ഇവിടെ കയറി വന്നിരിക്കുന്നത്? നിങ്ങൾ ആരാണെന്നോ നിങ്ങളുടെ വിചാരം? എന്താ മിസ്റ്റർ നിങ്ങൾ വിളിക്കുന്നത്? ഒരു സത്യം പറയട്ടെ ഇന്ദു, യു ലുക്ക് സോ ബ്യൂട്ടിഫുൾ. നോ, ഞാൻ കാണാൻ ആവറേജിലും താഴെയാണ്. വെരി മച്ച് ബിലോ. അത് ഞാനൊന്ന് വെറുതെ പറഞ്ഞതല്ലേ. മിസ്റ്റർ, എനിക്കങ്ങ് ദേഷ്യം വന്നാലുണ്ടല്ലോ. ഐ മീൻ ഇറ്റ് ഇന്ദു, റിയലി യു ആർ ബ്യൂട്ടിഫുൾ. ആരാ ഇന്ദു അത്? നിങ്ങളാണോ? ഗുഡ് മോർണിംഗ് ഡോക്ടർ. എന്താ ഇവിടെ? അല്ല, ഞാനിവിടെ കയറി വന്നപ്പോ ഈ കുട്ടിക്ക് ഞാനും ഡോക്ടറും തമ്മിലുള്ള പരിചയം അറിഞ്ഞുകൂടല്ലോ. നമ്മൾ തമ്മിൽ പരിചയമോ? യെസ്, ഞാൻ ഹോസ്പിറ്റലിൽ വന്ന് ഡോക്ടറെ കണ്ടതും പരിചയപ്പെട്ടതും. ലുക്ക് ഹിയർ മിസ്റ്റർ, ഹോസ്പിറ്റലിൽ വെച്ച് നിങ്ങളെ കാണുന്ന തന്നെ എനിക്ക് അത്ര തൃപ്തിയുള്ള കാര്യമല്ല. പിന്നെയല്ലേ വീട്ടിൽ വെച്ച്? അങ്ങനെയല്ല ഡോക്ടർ, ഞാനിപ്പോ കമ്പനിയുടെ ആളായിട്ടല്ല, വെറും രാജുവായിട്ടാണ് വന്നിരിക്കുന്നത്. ഡോക്ടർ, ഇന്നെന്റെ പിറന്നാളാണ്. എന്റെ ഡാഡിയും മമ്മയും അങ്ങ് ഫിലഡൽഫിയയിലാണ്. ഞാനിവിടെ ഒറ്റയ്ക്കും. ബർത്ത്ഡേക്ക് ആർക്കെങ്കിലും ഒരു കേക്ക് വാങ്ങി സമ്മാനിക്കണം തോന്നി. പ്ലീസ് ഇത് സ്വീകരിക്കണം, എന്റെ സന്തോഷത്തിന്റെ ഒരു ടോക്കൺ. പ്ലീസ്. നോക്കൂ മിസ്റ്റർ, ഇതൊന്നും എനിക്കിഷ്ടമല്ല. അങ്ങനെ പറയരുത് ഡോക്ടർ. നോ, ടേക്ക് ഇറ്റ് ബാക്ക്. മേലിൽ ഇത്തരം പ്രഹസനങ്ങളുമായി എന്റെ മുന്നിലേക്ക് വരരുത്. ഐ ജസ്റ്റ് ഡോണ്ട് ലൈക്ക് ഇറ്റ്. യു ഗെറ്റ് മീ? യെസ് ഡോക്ടർ. നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞു വാങ്ങിച്ചതാണ്. അടിച്ചേൽപ്പിക്കാൻ അവകാശമില്ലല്ലോ. തിരിച്ചു കൊണ്ടുപോകാനും വയ്യ. കളയുകയോ എന്താ വേണ്ടെന്ന് വെച്ചാ. മിസ്റ്റർ, ഇങ്ങടുത്തോട്ട് വരെ. ആ പാക്കറ്റ് എടുക്കൂ. ആ പാക്കറ്റ് എടുക്കാൻ. അതിന് തരൂ. അതെന്റെ കയ്യിലോട്ട് തരാൻ. വിട്ടോ. സ്ഥലം വിട്ടോളാൻ. രാജു, happy birthday to you. Thanks. And now, will you please get out? Oh, sure. Yes, of course. നിക്ക് എഴുന്നേക്കാൻ വരട്ടെ. ദേവേടത്തി, ദേ വരുന്നോ. ഇതെന്താ? രാവിലെ കൊണ്ടുവന്ന കേക്ക് അയാൾ തിരിച്ചു കൊണ്ടുപോയില്ല. കുറെ കഴിഞ്ഞു നോക്കിയപ്പോ മുൻമേശത്തെ ടീപ്പോയിലിരിക്കുന്നു. അവിടെ ഇരുന്നാൽ ഉറുമ്പരിക്കൂലോ എന്ന് കരുതി ഞാനെടുത്ത് അകത്തു വെച്ചു. വൈകിട്ട് കാപ്പിക്ക് അവനും പകുതി തട്ടി. കമോൺ ആന്റി, അത്താഴം കഴിഞ്ഞാൽ ഇത്തിരി മധുരമാകാം. വേണ്ട. പാവം, അയാളുടെ ബർത്ത്ഡേ അല്ലേ ആന്റി. സോ വാട്ട്? ഇത് കൊണ്ടുവന്നതിന് ആന്റിയുടെ വകയും പോരാത്തതിന് എന്റെ വകയും അയാൾക്ക് വയറ് നിറയെ കിട്ടി. ഇനിയിപ്പോ ഇത് കഴിച്ചാലും ഇല്ലെങ്കിലും അയാൾ അറിയാൻ പോകുന്നോ? വേണ്ട ഇന്ദു. അങ്ങനെ വേണ്ടെന്ന് പറയണ്ട, ഞാനല്ലേ തരുന്നത്. ഒരു കഷ്ണം കഴിച്ചതുകൊണ്ട് ഇപ്പോഴൊന്നും സംഭവിക്കില്ല.
10-25 കൊല്ലമെങ്കിലും ആയി കാണില്ലേ ആന്റി ആ ആക്സിഡന്റ് കഴിഞ്ഞിട്ട്? അങ്കിളും മോനുമല്ലേ നഷ്ടപ്പെട്ടുള്ളൂ. എനിക്കോ അച്ഛനും അമ്മയും ഇല്ലാത്ത എനിക്ക് ആന്റി മാത്രല്ലേ ഉള്ളൂ. ആന്റിക്കും മോനും മോളും എല്ലാം ഞാനല്ലേ. എന്തു പറ്റി? കേടായോ? എന്തെങ്കിലും ഹെൽപ്പ് വേണോ? ഷുവർ. ഈ വണ്ടി ഒന്ന് തലച്ചുമടായി എടുത്ത് വർക്ക്ഷോപ്പിൽ എത്തിച്ചേരാവോ? 2 കിലോമീറ്റർ ദൂരെയുള്ള ഇവിടുന്ന്. കാണാൻ കൊള്ളാവുന്ന ചെറുപ്പക്കാരാണുങ്ങൾക്ക് ഹെൽപ്പ് ഓഫർ ചെയ്യാൻ വേണ്ടി. കൂടുതൽ ഡയലോഗ് ഒന്നും വേണ്ട. യു ആർ എ BA. വാട്ട്? മീ? ബിലോ ആവറേജ്. രാജുവിന്റെ പേരൻസ് എവിടെയാണെന്ന് പറഞ്ഞു? ഗുഡ് ഓൾഡ് USA ഇൻ ഫിലഡൽഫിയ. ഒന്നും പറയണ്ട എന്തു, ഞാനും കൂടെ അവിടെ ചെന്ന് സെറ്റിൽ ഡൗൺ ചെയ്യണമെന്നാ അവരുടെ പിടിവാശി. എന്നിട്ടെന്താ പോകുന്നില്ലേ? നോ നെവർ. നല്ല കഥയായി. ഞാനിവിടം വിട്ട് പോകാനോ? ഐ ജസ്റ്റ് കാണ്ട് ഇമാജിൻ ഇറ്റ്. എനിക്ക് ഇവിടുത്തെ നല്ല അന്തരീക്ഷം വിട്ട്, ഇവിടുത്തെ നല്ല മനുഷ്യരെ വിട്ട് എവിടേക്കും പോകാൻ കഴിയില്ല. അല്ല എന്തു, ധാരാളം ഐസ്ക്രീം കഴിക്കോ? ഐസ്ക്രീം മാത്രോ? മധുരമുള്ള എന്ത് കിട്ടിയാലും ഞാൻ വെട്ടി വിഴുങ്ങും. നോ നോ, ഡോണ്ട് ഡു ഇറ്റ്. മധുരം അധികം കഴിച്ചാൽ തടി കൂടും. തടിച്ചോട്ടെ. തടി വെച്ചാ പിന്നെ കാണാൻ ഒരു ശൈലും ഉണ്ടാവില്ല. Then you will become really below average. നീലാംബരം കിളികൾ മൂളുന്ന ലീലാങ്കണം കഥകൾ ഓരോന്നു കൈമാറിടുമ്പോൾ കാതിലേതോ തേന്മഴ കുളിരു പെയ്യുന്ന നീലാംബരം കിളികൾ മൂളുന്ന ലീലാങ്കണം. അളകങ്ങൾ വീണിളകും നിൻ കുളിർനെറ്റി ഞാൻ തഴുകുമ്പോൾ ഈ നീല കൺകൾ തന്നാഴങ്ങളിൽ ഞാനേതോ മുത്തിനായി മുങ്ങിടുന്നു. ഈ നീല കൺകൾ തന്നാഴങ്ങളിൽ ഞാനേതോ മുത്തിനായി മുങ്ങിടുന്നു. സ്നേഹാർദ്രമാനസ നിങ്കാനധാരയിൽ ഞാൻ എന്നെ തന്നെ മറക്കുന്നു. കുളിരു പെയ്യുന്ന നീലാംബരം കിളികൾ മൂളുന്ന ലീലാങ്കണം കഥകൾ ഓരോന്നു കൈമാറിടുമ്പോൾ കാതിലേതോ തേന്മഴ കുളിരു പെയ്യുന്ന നീലാംബരം കിളികൾ മൂളുന്ന ലീലാങ്കണം. പാടും പൂക്കുടിൽ തോറും കുടമുള്ള തേൻ തിരിനീട്ടി ആരാരും കാണാതൊളിച്ചിരി
ചേരുന്നൊരീ നല്ല വേളയിൽ നാം നമ്മെ തന്നെ മറക്കുന്നു. കുളിരു പെയ്യുന്ന നീലാംബരം, കിളികൾ മൂളുന്ന നീലാങ്കണം, കഥകളോരോന്നു കൈമാറിടുമ്പോൾ കാതിലേതോ തേന്മഴ. കുളിരു പെയ്യുന്ന നീലാംബരം, കിളികൾ മൂളുന്ന നീലാങ്കണം. പോലീസ് എന്നെ അന്വേഷിച്ചായിരിക്കുമോ? കേസുണ്ടാക്കാൻ മാത്രമുള്ള അലമ്പൊന്നും ഇന്നലെ വെള്ളം അടിച്ചപ്പോ ഉണ്ടാക്കിയായിട്ട് ഓർക്കുന്നുമില്ല. പിന്നെന്തിനാണാവോ? അല്ലെങ്കിൽ ഇവറ്റകൾക്ക് എന്തെങ്കിലും കാര്യമാണോ വല്ലയിടത്തും വരാൻ? ഇറങ്ങി വരാൻ. എന്താ സാർ? എന്നാ എന്റെ കയ്യില് മാരകായുധങ്ങളായിട്ടാണ് നിന്ന് നടപ്പ് അല്ലേ? അയ്യോ, ഇത് ഞാൻ നഖം വെട്ടാൻ എടുത്തതാ. എന്താണ് നീ ഞങ്ങളെ കണ്ടപ്പോ ഡാവിനകത്തേക്ക് വലിഞ്ഞത്? അത് പിന്നെ കാക്കി കുപ്പായം കാണുമ്പോഴുള്ള സഹജമായ ഉൾഭയം കൊണ്ടാ. എന്താ നിന്റെ പേര്? സ്റ്റീഫൻ. സ്റ്റീഫൻ തോമസ്. പേരും ഇവരൊന്ന് നോട്ട് ചെയ്ത് വെച്ചേക്ക്, നമുക്ക് ഇവരെവിടെയെങ്കിലും കൊള്ളിക്കാം. അയ്യോ, വേറെ ആരുണ്ടാ അവിടെ? ലോനപ്പേട്ടൻ പള്ളിപ്പൊരിക്ക. കുമ്പശാരിക്കാനായിരിക്കും. പിന്നെ ആരൊക്കെയാ? രാജു ഉണ്ട്. അല്ല, ഉണ്ടായിരുന്നു. ഇല്ല, ഉണ്ട്. ഇല്ല, പുറത്തേക്ക് പോയി. പിന്നെ അജയൻ. അജയനോ? അവനെവിടെ? അജയൻ ബാത്റൂമിൽ പോയിരിക്ക. നീ എന്താ നേരത്തെ പറയാതിരുന്നത്? അയ്യോ, അജയൻ അന്വേഷിച്ചാ വരുന്നതെന്ന് അറിയാൻ പാടില്ലായിരുന്നു. ഓഹോ, അപ്പൊ ഞങ്ങൾ ആരന്വേഷിച്ചു വരുന്നതെന്ന് നിന്നെ മുൻകൂട്ടി അറിയിക്കണം അല്ലേ? എന്താ വേണ്ട, വിളിക്കണവനെ. ലോനപ്പേട്ടനെയോ? അജയനെ വിളിക്കണം. തെണ്ടി. അജയ, ഒന്ന് ഇങ്ങോട്ട് വന്നേ. കത്തി തരുമോ? എന്താ? കത്തി തരുമോ? ഇറങ്ങി വേടാ. എടാ, ഇറങ്ങി വരാൻ. എന്റെ അജി ഒന്ന് വേഗം വന്നേ. താനാണ് അജയൻ അല്ലേ? അതെ സാർ. ഇങ്ങോട്ട് മാറി നിൽക്ക്. ജീപ്പി കാറ്. മനസ്സിലായില്ല സാർ. മനസ്സിലാക്കി തരാം. സ്റ്റേഷനിലേക്ക് ചെല്ലട്ടെ. അത് പിന്നെ എന്റെ പൊന്നുകുട്ടാ തർക്കിച്ച് സമയം കളാതെ വേഗം ജീപ്പിക്കാറാ ജി. തന്റെ ശുപാർശ ഞാൻ ചോദിച്ചില്ല. സർ. ജീപ്പി കാറ്. സ്റ്റീഫ, എനിക്ക് സമയമില്ല, സ്റ്റോക്ക് സപ്ലൈ ഉണ്ട്. പൊക്കോ പൊക്കോ. ജീപ്പി കാറടാ. സാർ, എന്റെ കത്തി തരുമോ? ഇയാളെ തനിക്കെന്തല്ല പ്രാന്തുണ്ട്. എവിടുന്ന് വരണ്ട യോഗ പിശാചുകള്? പിന്നെ പോയിട്ടാ ഇങ്ങോട്ട് കയറാ. ഇതെന്താ ഈ ചെക്കൻ എന്റെ സ്ഥലത്ത് കയറി? വണ്ടി വിട. പാവം ആജി, നല്ലൊരു ചെറുപ്പക്കാരനായിരുന്നു. എന്ത് ചെയ്യാ? അജയൻ അല്ലേ? അതെ. പാലമറ്റത്ത് പത്മനാഭക്കുറുപ്പിന്റെ മകൻ, ആദ്യ ഭാര്യയിലെ ഒരേ ഒരു സന്താനം. അച്ഛൻ ഈയിടെ രണ്ടാമതൊരു കല്യാണം കൂടെ കഴിച്ചു അല്ലേ? ഫൈസറിൽ സെയിൽസ് റെപ്രസെന്റേറ്റീവ് അല്ലേ? അതെ സാർ. ടേക്ക് ഹോം സാലറി 2000-ന് മേലെ, ശരിയല്ലേ? എന്താണ് ചിരിക്കുന്നത്? എന്നെ മനസ്സിലായോ? സാർ. ആരാ? സർക്കിൾ ഇൻസ്പെക്ടർ. അത് ഈ യൂണിഫോം കണ്ടാൽ ഏത് കൊശവനും മനസ്സിലാവും. എന്റെ പേരോ എനിക്ക്? കേശവള്ള. ഇടിയൻ കേശവപിള്ള. കേട്ടിട്ടുണ്ട്. ഇല്ലാതെ വരില്ല. എന്റെ മകൾ സതിയെ അറിയും അല്ലേ? അവളോട് ഇഷ്ടമാണ് അല്ലേ? അല്ല. എന്താ പറഞ്ഞേ? ഇഷ്ടമല്ലെന്നോ? അല്ലെന്ന് ചോദിച്ചാ
അതെ. ഇടിയൻ കേശവപ്പള്ളിയോട് വെറുതെ കയറി കളിക്കല്ലോ മോനെ. ലോക ചരിത്രത്തിൽ ഇന്നോളം ഒരുവനും തന്റെ ആത്മാർത്ഥ സുഹൃത്തിന്റെ പ്രേമ സായുജ്യത്തിന് വേണ്ടി ഇത്രയും വലിയ ത്യാഗം ചെയ്തിട്ടുണ്ടാവില്ലല്ലേ? വാ വാ, നീ കാര്യം എന്താന്ന് വെച്ചാ പറയടാ. ഞാനൊരു രക്തസാക്ഷിയായി. സമ്മതിച്ചു. വളയ്ക്കാതെ കാര്യം പറയല്ലേ അജി. രക്തസാക്ഷി, രക്തസാക്ഷി. എടാ, നീ നിന്റെ കണ്ണുകൊണ്ട് കണ്ടല്ലേ ഇടിയൻ കേശവൾ എന്നെ തൂക്കെടുത്തോണ്ട് പോയി. എന്നിട്ട് എന്ത് സംഭവിച്ചു? സംഗതി എന്നൊക്കെയാണെങ്കിലും പുള്ളി വളരെ സ്റ്റേറ്റ് ഫോർവേഡ് ആണ് കേട്ടോ. എനിക്ക് ആ ക്യാരക്ടർ അങ്ങ് ഇഷ്ടപ്പെട്ടു. മൂപ്പൻ എന്നെ മുന്നിൽ പിടിച്ചിരുത്തിയിട്ടൊരു ചോദ്യം, സതി ഇഷ്ടമാണോ, കല്യാണം കഴിക്കാൻ തയ്യാറാണോ? നീ എന്ത് പറഞ്ഞു? ഞാനൊന്ന് വഴുതി നോക്കി. പുള്ളി ഉള്ള കാര്യം വളച്ചു കിട്ടാതെ നേരെ പോയി പറഞ്ഞു. ഇടിയൻ കേശവള്ളിയുടെ മുഖത്ത് നോക്കി പറ്റില്ല എന്ന് പറഞ്ഞിട്ടുള്ളവരാരും ഇന്നോളം ആ സ്റ്റേഷനിൽ നിന്ന് 2 കാലിൽ നടന്ന് പുറത്തു പോയിട്ടില്ല. എന്റെ അമ്മേ, എന്നിട്ട് നീ എങ്ങനെ രക്ഷപ്പെട്ടടാ? ഞാൻ കുരുതിക്ക് സമ്മതിച്ചു. നിനക്ക് പറ്റില്ല എന്ന് പറയാൻ മേലായിരുന്നോ? കാല് കിടാന്നോ നിന്റെയാണോ? നിനക്കങ്ങനെ പറയാം. സതിയുടെ മൂത്ത 2 ചേച്ചിമാരുടെ കല്യാണവും ഇതുപോലെ പിടിച്ച പിടിയാലെ കസ്റ്റഡിയിൽ എടുത്താണ് ഇടിയൻ നടത്തിയത്ര. ഞാൻ അങ്ങ് സമ്മതിച്ചു. 1 മാസത്തിനകം തന്തപ്പടിയെ പോയി ഉറച്ച് സംഭവം നടത്തിക്കൊള്ളാമെന്ന് ഉറപ്പിലാണ് ഇടിയനെ വിട്ടയച്ചത്. ഹലോ ഹലോ മിസ്റ്റർ ബാല. അയ്യോ, ബാലമാവൻ. ഏത് ബാലമാവൻ അവിടെ ഇരിക്കും. എക്സ്ക്യൂസ് മീ, ജസ്റ്റ് എ മിനിറ്റ്. ഷുവർ. വല്ലപ്പോഴും ഒരിക്കലും എവിടെങ്കിലും ആഹാരം കഴിക്കാൻ കയറും. അപ്പോ മനസ്സിന് ഇഷ്ടമുള്ളവരുടെ കൂടെ ആവുമ്പോ അതിന് സന്തോഷം ഒന്ന് വേറെയാ. കൂൾ ഡ്രിങ്ക്സ് മാത്രമേ ഉള്ളൂ? കാര്യമായിട്ട് വല്ലതും മേടിച്ച് കഴിക്കുമോളെ? വേണ്ട, ഇത് മതി. എന്തിനാ മോളെ ഈ ബാലമാവനെ കാണുമ്പോ ഇങ്ങനെ ചൂളുന്നത്? നിനക്ക് എന്നെ അറിഞ്ഞൂടെ? വെൽ യങ് മാൻ, ഐ ആം ബാലൻ മേനോൻ, ഇന്ദുവിന്റെ അമ്മാവനാണ്. ഐ എം രാജു. രാജു, ഗുഡ്. ഇവൾ ഇന്ദു എനിക്ക് എന്റെ മകളെ പോലെയാ. ഓ, സോ ഡിയർ ടു മീ. റിമെമ്പർ ദാറ്റ്. ഓക്കെ? ഓക്കെ സർ. ബഹളം വെക്കല്ലേ, തല്ല് പിടിക്കരുത്. എല്ലാവർക്കും കൊടുക്കണം. ഗുഡ് ഈവനിങ് ഫാദർ. ഗുഡ് ഈവനിങ്. എപ്പോഴേ വരാൻ തരപ്പെട്ടുള്ളൂ അല്ലേ? ഈ വീക്കെൻഡിലും കണ്ടില്ലെങ്കിൽ ഒരു കത്തയക്കണമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു ഞാൻ. എന്താ ഫാദർ വിശേഷിച്ചു? ഈ ഓർഫനേജിന്റെ ആനിവേഴ്സറി അല്ലേ അടുത്ത മാസം? ബിഷപ്പ് തിരുമേനി വരാമെന്ന് ഏറ്റിട്ടുണ്ട്. ആഘോഷം കെങ്കേമമാക്കണമെന്നാണ് കമ്മിറ്റിക്കാരുടെ തീരുമാനം. കുട്ടികളുടെ കലാപരിപാടികളുടെ കംപ്ലീറ്റ് ചുമതലയും രാജുവിനെ ഏൽപ്പിക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതെന്റെ പ്രൗഡ് പ്രിവിലേജ് അല്ലേ ഫാദർ? കഴിയുന്ന എല്ലാ കുട്ടികളെയും നമുക്ക് പങ്കെടുപ്പിക്കണം. ഓക്കെ ഫാദർ. കലാപരിപാടികൾക്ക് നമുക്ക് എന്തൊക്കെ ഐറ്റംസാ വേണ്ടത്? പ്രച്ഛന്നവേഷം വേണം. അത് വേണ്ട, ഡാൻസ് മതി. അപ്പൊ ഗാനമേളയോ? അതൊന്നും വേണ്ട, നാടകം മതി. അല്ല രാജേട്ടാ? ആ, തർക്കം വേണ്ട. നമുക്കിതെല്ലാം കൂടി ചേർത്ത് ഒരു പുതിയ പരിപാടി ആയിക്കളയാം. മോൻ ചിലപ്പോ ഇന്ന് വന്നേക്കുമെന്ന് അച്ഛൻ പറഞ്ഞായിരുന്നു. ഇതാ മോനെ, കുറച്ച് പലഹാര ഞാൻ ഉണ്ടാക്കിയതാ. എനിക്ക് വേണ്ട. നല്ലതാ മോനെ. വേണ്ടെന്ന് പറഞ്ഞില്ലേ? എനിക്കിവിടെ കുട്ടികളുമായി കുറച്ച് ജോലിയുണ്ട്. കുട്ടികൾക്കും കൂടെ ചേർത്താ ഞാൻ കൊണ്ടുവന്നത്. ഇതൊരു ശല്യമായല്ലോ. നിങ്ങളതാ കുശിയിൽ കൊണ്ടുപോയി കൊടുക്ക്. പിന്നെ എപ്പോഴെങ്കിലും കഴിച്ചോളാം. ആ, അപ്പൊ നമ്മുടെ പരിപാടിയുടെ കാര്യം എന്താ പറയുന്നത്? കേക്ക് ആദ്യം. നാടകത്തിന്റെ കാര്യം ആദ്യം. പാട്ട് കഴിഞ്ഞിട്ട് നാടകം. ഒരടുപ്പവും ഇല്ലാത്ത ആ സ്ത്രീ എന്തിനാണെങ്കിലും എപ്പോഴും എന്നെ കാണാമെന്ന് ശല്യപ്പെടുത്തുന്നത്? അതുകൊണ്ടല്ലേ എനിക്ക് ദേഷ്യം. അടുപ്പമില്ലെന്ന് രാജുവിന് എങ്ങനെ അറിയാം? അതിനവരെന്റെ ആരാ? ആരുമല്ല. ശരിയാണ്. പക്ഷെ നിനക്കറിയാമോ, എന്നെയും നിന്നെയും തമ്മിൽ അടുപ്പിച്ചത് ആ സ്ത്രീയായിരുന്നു. ആ സ്ത്രീയോ? ആ സ്ത്രീ തന്നെ. പാപമംഗലമായ വെറുക്കപ്പെടേണ്ട ഒരു പശ്ചാത്തലവും തൊഴിലുമാണ് അവരുടേത്. ഒരുപക്ഷെ ഇപ്പോഴും. പക്ഷെ അവരില്ലായിരുന്നെങ്കിൽ നീ ഒരിക്കലും എന്റെ അരികിൽ വന്നു ചേരില്ലായിരുന്നു. 10-25 വർഷങ്ങൾക്ക് മുമ്പൊരു ദിവസം, അന്ന് ഈ ഓർഫനേജ് തുടങ്ങിയിട്ട് അധിക നാളായില്ല, ആലീസ് കഷ്ടിച്ച് 3 വയസ്സ് മാത്രം പ്രായമുള്ള നിന്നെയും കൂട്ടി എന്നെ കാണാൻ വന്നു. സത്യം പറയൂ ആലീസ്, ഇതാരുടെ കുട്ടിയാണ്? നിന്റെ കുട്ടിയാണോ? അല്ല,
ആണെങ്കിലും പറഞ്ഞോളൂ, ഞാനതൊരു കുമ്പസാര രഹസ്യം പോലെ സൂക്ഷിക്കാം. അല്ലച്ചോ, ആണെങ്കിൽ ഞാൻ തുറന്നു പറഞ്ഞേനെ. പിന്നെ ആരുടെ കുട്ടിയാണെന്ന് പോലും എനിക്കറിയില്ലച്ചോ. വഴി തെറ്റിയിട്ടെന്ന പോലെ എന്റെ മുമ്പിൽ വന്ന് പെട്ടതാ. എന്തുകൊണ്ടോ ഇവനോട് എനിക്കൊരിഷ്ടം തോന്നി. പക്ഷേ ഇവൻ എന്റെ കൂടെ നിന്ന് വളർന്നാൽ അച്ഛനറിയാലോ എന്റെ ജീവിതം. എന്റെ അടുത്ത് കിട്ടുമ്പോഴേ ഇവൻ എന്തോ കണ്ട് ഭയം നന്താളിച്ചിരിക്കുകയായിരുന്നു. എന്ത് ചോദിച്ചാലും മിണ്ടില്ല, വെറുതെ ഇരുന്ന് കരയും. ബുദ്ധിക്ക് എന്തോ മാന്യം പോലെ. ഇവിടെ ഏൽപ്പിച്ചാൽ അച്ഛന്റെ നോട്ടത്തിൽ ഇവൻ ചിലപ്പോൾ രക്ഷപ്പെടും. ഇവൻ ഇവിടെ നിന്നോട്ടെ അച്ഛോ. ആലീസ് പറഞ്ഞത് ശരിയായിരുന്നു. ഏതോ ഒരു ദുരന്തം, അതിന്റെ ഷോക്കിലായിരുന്നു പാവം നിന്റെ മനസ്സ്. ഒന്നും ഓർക്കാൻ കഴിയാതെ നോർമൽസിയിലേക്ക് നിന്നെ കൊണ്ടുവരാൻ 2-3 വർഷങ്ങൾ വേണ്ടി വന്നു. ആലീസ് ഒന്നും തിരികെ പ്രതീക്ഷിച്ചിട്ടില്ല. വല്ലപ്പോഴും ഒരിക്കൽ ദൂരെ നിന്ന് നിന്റെ വളർച്ചയും സന്തോഷവും ഒരു നോക്ക് കാണുവാനുള്ള സന്ദർഭം, അതുമാത്രം മതിയായിരുന്നു അവൾക്ക്. മോനെന്താ ഇവിടെ? ഒന്ന് കാണാൻ വന്നതാണ്. മോനെ പോലുള്ളവർക്ക് വരാൻ പറ്റിയ ഇടമല്ല ഇവിടം. ഇന്നലെ ഫാദർ പറഞ്ഞാണ് ഞാൻ കഥകൾ അറിയുന്നത്. എന്നോട് ക്ഷമിക്കണം. ആരാണെന്നറിയാതെ പലപ്പോഴും ഞാൻ മോശമായി പെരുമാറിയിട്ടുണ്ട്. എനിക്കതിലൊട്ടും വിഷമം തോന്നിയിട്ടില്ല. എനിക്കിന്നൊരു ജോലിയുണ്ട്, വേണ്ടത്ര വരുമാനമുണ്ട്. വേണമെങ്കിൽ ഞാൻ എന്നെ ഇവിടെ നിന്ന് രക്ഷപ്പെടുത്താമെന്ന് അല്ലേ? മോനെന്നല്ല, ആർക്കും. എന്തിന്? എനിക്ക് പോലും എന്നെ രക്ഷപ്പെടുത്താൻ കഴിയില്ല. മോൻ ഇവിടം വരെ വന്നല്ലോ, എനിക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്ന് ആശിച്ചല്ലോ. മതി, അത് തന്നെ ധാരാളമായി. പൊയ്ക്കോ, ഇവിടെ ഇനി ഒരിക്കലും വരരുത്. പൊയ്ക്കോ. വേണ്ട, എനിക്കൊന്നും കേൾക്കണ്ട. ഈ കഴിഞ്ഞ 3 ദിവസം ഞാൻ എവിടെയൊക്കെ അന്വേഷിച്ചെന്നോ? ഒരു വാക്ക് പറഞ്ഞിട്ട് പൊയ്ക്കൂടായിരുന്നോ? അതെങ്ങനെയാ? കണ്ടില്ലെങ്കിൽ എനിക്ക് തോന്നുന്ന വിഷമം ബാക്കിയുള്ളവർ കൂടി തോന്നിയാലല്ലേ? എന്റെ പൊന്നെന്തു, ഞാൻ പറയുന്ന ഒന്ന് കേൾക്ക്. മനസ്സില്ല കേൾക്കാൻ. ലോകം ഭരിക്കാൻ പോയിട്ട് വന്നിരിക്കല്ലേ, ഒരക്ഷരം എന്നോട് മിണ്ടണ്ട. അല്ല, ഇതിന് മാത്രം ഞാൻ എന്ത് മഹാപരാധം ചെയ്യുന്ന ഇന്ദു പറയുന്നത്? ഞാൻ അറിയാഞ്ഞിട്ട് ചോദിക്കാം. വെള്ളിയാഴ്ച രാത്രി സിംഗപ്പൂരിൽ നിന്ന് അമ്മാവിന്റെ ഒരു കേബിൾ വന്നു. ശനിയാഴ്ച രാവിലെ ബോംബെ എയർപോർട്ടിൽ എത്തണമെന്ന്. ഞാൻ എന്ത് വേണം? പാതിരാത്രിക്ക് ബംഗ്ലാവിൽ ഫോൺ ചെയ്ത് ഇന്ദുവിന്റെ ആന്റിയുടെ വായിലിരിക്കുന്ന മുഴുവൻ കേൾക്കണോ? അതോ ആരുടെങ്കിലും കാല് പിടിച്ച് ഫ്ലൈറ്റിനുള്ള ടിക്കറ്റ് സംഘടിപ്പിക്കണോ? അമ്മയ്ക്ക് ആകെ കൂടെയുള്ള ഒരു ആങ്ങളെയാണ്. ചെന്നില്ലെങ്കിൽ അമ്മാവൻ എന്ത് തോന്നും? പൊയ്ക്കോ, ആര് പറഞ്ഞു പോകണ്ടെന്ന്? അമ്മാവൻ ഒറ്റയ്ക്കാണെങ്കിൽ പിന്നെയും പോട്ടെ എന്ന് വെക്കാം. അമ്മാവന്റെ 3 പെൺമക്കളും ഉണ്ട് കൂടെ. പറഞ്ഞു വരുമ്പോ എന്റെ മുറപ്പെണ്ണുങ്ങളല്ലേ, കണ്ടാൽ അസൽ മദാമ പെണ്ണുങ്ങളെ പോലിരിക്കും. എന്നെ കണ്ട 3 അതെ പുറയുന്നു മാറില്ല പേഴ്സണാലിറ്റി. എങ്കിൽ പിന്നെ എന്തിനാ തിരിച്ചിങ്ങോട്ട് പോകുന്നത്? മുറപ്പെണ്ണുങ്ങളുടെ കൂടെ അങ്ങ് പൊയ്ക്കൂടായിരുന്നോ? ഞാൻ സമ്മതം എന്നൊരു വാക്ക് പറഞ്ഞാൽ മതി, അമ്മാവൻ എന്നെ മൊത്തിക്കൊണ്ടുപോകും. പൊയ്ക്കോ. പക്ഷേ എനിക്കങ്ങനെ പോകാൻ മനസ്സ് വരണ്ടേ? എനിക്ക് അവരെക്കാളും ഒക്കെ ഇഷ്ടം അനങ്ങുമ്പോ പിണങ്ങുന്ന, പിണങ്ങുമ്പോ കടിച്ചു കയറാൻ വരുന്ന ഇവിടെയുള്ളൊരു പെൺകുട്ടിയോടായി പോയില്ലേ? യു വാണ്ട് ടു നോ ഹർ നെയിം? വേണ്ട, അങ്ങനെ എന്നെ സോപ്പിടണ്ട. പിന്നെ ഞാൻ എന്ത് വേണം? അതുകൂടെ ഞാൻ കൽപ്പിച്ചാട്ടെ. രാജുവിന് അറിഞ്ഞൂടാ. സ്വന്തം എന്ന് പറയാൻ എനിക്കെന്റെ ആന്റിയും പിന്നെ രാജുവും മാത്രമേ ഉള്ളൂ. എന്നെ ഓർക്കുന്നില്ല എന്ന് വരുമ്പോ, എന്റെ ഫീലിങ്സിനെ കുറിച്ച് ബോധറിയുന്നില്ല എന്ന് വരുമ്പോ, സോറി, റിയലി ഐ എം സോറി. ഇനി അങ്ങനെ ഉണ്ടാവില്ല. പ്രോമിസ്, പ്രോമിസ്. ഞാൻ രണ്ടും കൽപ്പിച്ച ഇവിടെ വന്നിരിക്കുന്നത്. രണ്ടും കൽപ്പിച്ചോ? എനിക്കിന്ന് രാജലക്ഷ്മിയോട് കുറച്ച് സംസാരിക്കണം. എന്നും എന്നെ കാണുമ്പോ രാജലക്ഷ്മി ചോദിക്കാറുള്ള ഒരു ചോദ്യമില്ലേ, ഇതെന്തു ഭാവിച്ചുള്ള പോക്കാണെന്ന്? എനിക്ക് നിന്നോട് ചോദിക്കാനുള്ളത് അത് തന്നെയാ. എപ്പോഴെങ്കിലും നിന്റെ ഭാവിയെക്കുറിച്ച് നീ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ രാജലക്ഷ്മി? ഇല്ല, എനിക്കറിയായില്ലെന്ന്. 10-25 കൊല്ലം മുമ്പ് സംഭവിച്ചു പോയ ഒരു ദുരന്തത്തിന്റെ പേരിൽ ഇക്കഴിഞ്ഞ കാലം അത്രയും നീ നിന്നെ തന്നെ ശിക്ഷിക്കുകയായിരുന്നു. ഒടുവിൽ നിനക്ക് ആരുമില്ലാതാകും രാജലക്ഷ്മി. ഇല്ല ബാലേട്ട, എനിക്ക് എന്റെ എന്തുമോളുണ്ടോ? ഉണ്ടാവും. ബട്ട് ഫോർ ഹൗ ലോങ്? എന്നെങ്കിലും ഒരിക്കൽ അവൾ സ്വന്തം ജീവൻ തേടി പോകില്ലേ? അപ്പോഴോ?
അപ്പോൾ ഉത്തരവില്ലല്ലേ? ബാലേട്ട, ബാലേട്ടൻ കൊച്ചുനാൾ പോലെ കേൾക്കാൻ തുടങ്ങിയതാ നിന്റെ ബാലേട്ടൻ എന്നുള്ള ഈ വിളി. മുറപ്പെണ്ണായതുകൊണ്ട് മാത്രമല്ല, എന്റെ മനസ്സിൽ എന്നും നീ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ നിന്റെ മനസ്സിൽ മറ്റൊരാളുണ്ടെന്നറിഞ്ഞപ്പോ, നിങ്ങളുടെ ബന്ധം എല്ലാവരും എതിർത്തപ്പോ, ബാലേട്ടൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ നിന്റെ കൂടെ. ബാലേട്ട, ജയമോഹന്റെ മരണം, നിന്റെ കുഞ്ഞ് രാജലക്ഷ്മി, നിന്റെ മനസ്സിൽ നിന്നും ആ മുറി വണങ്ങാൻ ഇത്രയും വർഷം ഞാൻ കാത്തു നിന്നില്ലേ? ബാലേട്ട പ്ലീസ്. ഞാൻ സംസാരിക്കാൻ തുടങ്ങുമ്പോഴൊക്കെ ഈ വിലക്ക് വാക്കുകൾ കൊണ്ട് നീ തടുത്തു നിർത്തി. ബട്ട് നോട്ട് ടുഡേ. ഇന്ന് ഞാൻ സംസാരിക്കും. എന്റെ മനസ്സ് കാണാൻ നിനക്ക് കഴിയുന്നില്ലെങ്കിൽ വേണ്ട, നോ കംപ്ലൈന്റ്. പക്ഷെ നിന്നെ ഞാൻ ഈ ഗതിക്ക് വിട്ടുകൊടുക്കൂല. നീ ജീവിതത്തിലേക്ക് ഇറങ്ങി വന്നേ മതിയാവൂ. ഇറ്റ് ഇസ് നെവർ ടു ലേറ്റ് രാജലക്ഷ്മി. ബാലേട്ട പ്ലീസ്, എനിക്കൊന്നും പറയാനില്ല. ഈ മുറി വന്നിങ്ങനെ കുത്തിയിരുന്ന എല്ലാരിനും പരിഹാരമായെന്നാവും നിന്റെ വിചാരം. ഓർമ്മകളുടെ കൂടാരമാണ് ഈ മുറി. ഇവിടെ മരണം മാത്രമേ ഉള്ളൂ. യെസ്, ദിസ് റൂം സ്മെൽസ് ഡെത്ത്. നിന്നെ ഞാനിതിന് പുറത്തു കൊണ്ടുവരും. പോകും. പോകാം. പക്ഷെ അതിനു മുമ്പ് എനിക്കൊരു ഉത്തരം കിട്ടണം. അല്ലാതെ ഞാൻ പോവില്ല. ഐ വാണ്ട് എ ഡെഫിനിറ്റ് ആൻസർ. ബാലേട്ടൻ എനിക്കിഷ്ടമാണ്. പക്ഷേ ഈ മുറി വിട്ട്, ഈ ഓർമ്മകൾ വിട്ട്, ഈ ജന്മം മറ്റൊരു ജീവിതം നെവർ. എനിക്കതാവില്ല. ഡോക്ടർ രാജലക്ഷ്മി ഹിയ. പുറമേ നിന്നുള്ള കാളൊന്നും എനിക്ക് കണക്ട് ചെയ്യണ്ട. ഐ ഡോണ്ട് വാണ്ട് ടു ബി ഡിസ്റ്റർബ്ഡ്. വിസിറ്റേഴ്സിന് ആരെ അയക്കണ്ടെന്ന് റിസപ്ഷനിലൊന്ന് പറഞ്ഞേക്കോ. താങ്ക് യു. ഗുഡ് മോർണിംഗ് ഡോക്ടർ. നിങ്ങളോ? മേ ഐ കം ഇൻ? പ്ലീസ് ഡോണ്ട്. പിന്നീട് എപ്പോഴെങ്കിലും വരൂ. ഞാൻ അധികം സമയം എടുക്കില്ല ഡോക്ടർ, പ്ലീസ്. ഞാൻ പറഞ്ഞത് കേട്ടില്ലേ? ഇപ്പൊ എനിക്ക് സംസാരിക്കാൻ സമയമില്ല. ഡോണ്ട് ഡിസ്റ്റർബ് മീ നൗ. ഏതായാലും ഞാനിവിടെ വരെ വന്നു പോയില്ലേ? നിങ്ങളോടല്ലേ പറഞ്ഞത്? അല്ല ഡോക്ടർ, ഞാൻ ജസ്റ്റ് ഗെറ്റ് ഔട്ട്. സോറി ഡോക്ടർ, ഞാൻ പോവാം. റിയലി ഐ എം സോറി. ഭൂരിഭാഗം മനുഷ്യപ്പറ്റില്ലാത്ത പ്രകൃതമാണ് ഇന്ദുവിന്റെ ആന്റിയുടേത്. സംഗതി ഒരു വലിയ ഡോക്ടറായിരിക്കും, ഹോസ്പിറ്റലിന്റെ ഓണറും ആയിരിക്കും. ഞാൻ ആരും ആവട്ടെ, മുറിയിൽ കാണാൻ ചെല്ലുമ്പോൾ പെരുമാറുന്നതിൽ ഒരു മിനിമം മര്യാദയും ഡീസൻസിയും വേണ്ടേ? രാജു, അത് ആന്റി വേറെ കാരണങ്ങൾ കൊണ്ട് അപ്സെറ്റ് ആയിരുന്ന സമയമായതുകൊണ്ടാവും. ഏയ്, അതൊന്നുമല്ല. അവരെ പരിചയപ്പെട്ട അന്ന് തൊട്ടേയുള്ള അനുഭവമാണ്. ഒരു വാക്ക്, ഒരു നല്ല വാക്ക് ഈ നിമിഷം വരെ അവരുടെ വായിൽ നിന്ന് വന്നിട്ടില്ല. പുറമേ കാണുന്ന പോലെ അല്ല രാജു ആന്റി. ഉള്ളില് അവര് വളരെ സോഫ്റ്റ് ആണ്. എനിക്കറിയാവുന്നല്ലേ. പിന്നെ ഇനി ഉള്ളിൽ ചിരിഞ്ഞു നോക്കാൻ പോകല്ലേ ബാക്കിയുള്ളവര്? രാജുവിന് അറിഞ്ഞൂടാ ജീവിതത്തിൽ അവർ ഫേസ് ചെയ്തിട്ടുള്ള ട്രാജഡീസ് എത്രയാണെന്ന്. ഓ, അങ്ങനെ നോക്കുമ്പോ ആരുടെ ലൈഫിലാ ട്രാജഡി ഇല്ലാത്തത്? ഇന്ദുവിന്റെ ലൈഫിലല്ലേ ട്രാജഡി? ചെറുപ്പത്തിൽ അച്ഛനും അമ്മയും മരിച്ചു പോയത് എന്താ ട്രാജഡി അല്ലേ? എന്റെ ലൈഫിലല്ലേ ട്രാജഡി? അല്ലല്ല, എന്താ പറഞ്ഞേ? രാജുവിന്റെ ലൈഫിലും ട്രാജഡീസ് ഒന്നോ? അല്ല, ഞാൻ പറഞ്ഞത് നിന്റെ ആന്റിയുടെ അടുത്തുള്ള എന്റെ എക്സ്പീരിയൻസ് അത് തന്നെ വലിയൊരു ട്രാജഡി അല്ലേ? എങ്ങോട്ട് പറ? ഇങ്ങോട്ട് വാ നീ. ഇതിനകത്ത് കയറി നിങ്ങൾ കാണുന്നില്ല, എന്നെ പിടിച്ചോണ്ട് വന്നിട്ടില്ലേ? ഇത് കണ്ടില്ലേ? എന്നോട് ചോദിക്കാൻ പറയാൻ ആരുമില്ലേ? എല്ലാം ചോദിപ്പിക്കാം. ഹലോ, ഓടിവായോ? അയ്യോ, നടക്കണം അങ്ങോട്ട്.
താൻ കഴിഞ്ഞ തവണ വന്നപ്പോ എന്ത് പറഞ്ഞിട്ടാണ് ഇവിടെ നിന്ന് പോയത്? അത് പിന്നെ സാർ, അതായത് എന്താ ഓർമ്മയില്ലേ? ഇല്ലെങ്കിൽ പറ, ഓർമ്മിപ്പിക്കാം. വേണ്ട, ഓർമ്മയുണ്ട്. ഒരു മാസത്തിനെ അച്ഛനോട് പറഞ്ഞ് കാര്യങ്ങൾ ഉറപ്പിക്കാമെന്ന്. ഉറപ്പിക്കാമെന്നല്ല, നടത്താമെന്ന്. ആ. ഇന്നലെയായിരുന്നു 1 മാസം തികയുന്ന ദിവസം. ആ, ഇത്ര പെട്ടെന്നോ? ഞാൻ അറിഞ്ഞില്ല. അറിഞ്ഞില്ല അല്ലേ? ഇന്നലെ വൈകിട്ട് 5 മണിക്ക് മുമ്പേ താൻ എന്റെ അടുക്കൽ വന്ന് വിവരം റിപ്പോർട്ട് ചെയ്യണമായിരുന്നു. ഇങ്ങോട്ടോക്ക്. ഈ കേശവപിള്ളയേക്കാളും ബുദ്ധി തനിക്കുണ്ടെന്നുള്ള വിചാരമുണ്ടെങ്കിലേ അതങ്ങ് ഉപേക്ഷിച്ചേക്ക്. വഴുതി മാറാനാണ് പ്ലാൻ ആണെങ്കിൽ അത് നടപ്പില്ല. എന്റെ അടുക്ക വേഷങ്ങൾ എടുത്താലുണ്ടല്ലോ മീറ്റ് മൈ വൈഫ് സതി. സതി, ഇതെല്ലാം എന്റെ റൂംമേറ്റ്സ് ആണ്. ഇത് മിസ്റ്റർ സ്റ്റീഫൻ, ഇത് ലോനപ്പേട്ടൻ. സതി, ഉള്ളിൽ കയറി ലെഫ്റ്റ് സൈഡിൽ ആദ്യം കാണുന്നതാണ് എന്റെ മുറി. എന്റെ വാടാ ഇത്. സിമ്പിൾ. ഇടിയൻ കേശോട് തന്ന 1 മാസത്തെ കാലാവധി ഇന്നലെ കൊണ്ട് അവസാനിച്ചു. എന്നുവെച്ചാ മെയിൻ റോഡിൽ നിന്ന് പോലീസുകാർ തൂക്കിയെടുത്ത് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി. ചാരി നിർത്തി ഇടിയുന്ന ഒരൊറ്റ ചോദ്യം, ഒക്കോ ഇല്ലയോ എന്ന്. എന്റെ പൊന്നളിയ ജീവനിൽ കൊതിയുള്ളതുകൊണ്ട് ഞാൻ ഇറങ്ങി സമ്മതിച്ചു. നേരെ രജിസ്റ്റർ ഓഫീസിലേക്ക് വിട്ടു. ശുഭമുഹൂർത്തം കല്യാണം, മംഗളം. ഇതൊരു വല്ലാത്ത ചതിയായി പോയല്ലോ. ആദ്യമായിട്ട് നടക്കുന്ന ഒരു കല്യാണമാണ്. ഒരു കുപ്പിക്ക് വകയുണ്ടായിരുന്ന കേസാണ്. ഇവിടെ എടുത്ത പ്രാണവേദന, അതിന്റെ കുപ്പി. അജി, എല്ലാം എടുത്തു വെച്ച് കഴിഞ്ഞു. പുറപ്പെടാം. വൈകിൽ അച്ഛൻ വഴക്ക് പറയും. ഉത്തരവ്. ഭാര്യ വീട്ടിലെ കഷ്ടം. പെട്ടിയും പ്രമാണം എടുത്തുകൊണ്ട് വരാൻ 1/2 മണിക്കൂർ പരോളിന് വിട്ടതാ. മുങ്ങിക്കളയാതിരിക്കാൻ അകമ്പടി. അജി, ദാ വരുന്നു. സ്റ്റീഫ, പോയിട്ട് വരട്ടെ. ഓൾ ദ ബെസ്റ്റ്. സോനപ്പേട്ട, കാണാം. ഗോഡ് ബ്ലെസ് യു. ഇത്തവണ മുൻകൂട്ടി പറഞ്ഞ അനുവാദം വാങ്ങിയില്ലെന്നുള്ള പരാതി വേണ്ട. നാളെ രാവിലെ ഞാൻ ബോംബെക്ക് പോകുന്നു. എന്റെ അമ്മാവും വരുന്നു. ഓക്കെ? പിന്നെയോ? ഈ അമ്മാവിന് വേറെ തൊഴിലൊന്നുമില്ലേ? ബിസിനസ് ടൂറല്ലേ എപ്പോഴും. ഇത്തവണ ഞാനൊരു 5 ദിവസം കഴിഞ്ഞേ മടങ്ങും. മറുപെണ്ണുങ്ങൾ 3 കൂടെ ഉണ്ടാവും. അയ്യോ ഇല്ല, അമ്മാവൻ ഒറ്റയ്ക്ക. മൂപ്പിൽസിന്റെ കൂടെ ഒരു നോർത്ത് ഇന്ത്യൻ ടൂർ. ഋഷികേശ്, ഹരിദ്വാർ, ബദ്രിനാഥ്, കേദാർനാഥ്, പ്രേംനാഥ്, ഒരു ഭക്തി ലൈൻ. ആട്ടെ, പോയി വരുമ്പോ ഇന്ദുവിന് എന്താ കൊണ്ടുവരേണ്ടത്? ഒന്നും വേണ്ട. 6-ാം ദിവസം രാവിലെ ആളിവിടെ ഉണ്ടാവണം. ഏറ്റു. ഇല്ലെങ്കിലുണ്ടല്ലോ, പിന്നിങ്ങോട്ട് വാ, ഞാൻ കാണിച്ചു തരാം. ഓ, എത്തിക്കോളാവേ. സ്നേഹത്തെ വാഴ്ത്തിപ്പാടാം, ആത്മാവിന്നോമൽ കുളിരായി മേലേ താരകൾ കേൾക്കട്ടെ, ഈ ലോകമാകെയുമേക കുടുംബം സ്നേഹത്തെ വാഴ്ത്തിപ്പാടാം, ആത്മാവിന്നോമൽ കുളിരായി. സ്വപ്നം പോലെ ഈ ഭൂമി നമ്മുടെ അമ്മയല്ലേ, ആരും അനാഥരല്ല, ഭൂമിയെ സ്വർഗമായി മാറ്റും സ്നേഹ ചൈതന്യം നാം. സ്നേഹത്തെ വാഴ്ത്തിപ്പാടാം,
ആത്മാവിന്നോമൽ കുളിരായി. പാടിടുമ്പോൾ ഈ മണ്ണും കോരിത്തരിക്കയല്ലേ, ആരാരും അന്യരല്ല, മർത്യനീ ദേവനാ മാറ്റും സ്നേഹ സൗന്ദര്യം നാം. സ്നേഹത്തെ വാട്ടിപ്പാടാം ആത്മാവിന്നോമൽ കുളിരായി. മേലേ താരകൾ കേൾക്കട്ടെ, ഈ ലോകമാകെയുമേക കുടുംബം സ്നേഹത്തെ വാട്ടിപ്പാടാം ആത്മാവിന്നോമൽ കുളിരായി. ഡോക്ടർ, രാജുവിനെ പരിചയപ്പെട്ടിട്ടില്ലല്ലോ. എനിക്കറിയാം, ഹോസ്പിറ്റലിൽ വെച്ച് ഞങ്ങൾ കണ്ടിട്ടുണ്ട്. ഓ, രാജു ഈ ഓർഫനേജിലെ എന്താ പറയുക, ഒരു ജം പ്രോഡക്റ്റ് ആണ്. അതെയോ? ഇവിടം വിട്ടിട്ട് ഇപ്പോഴും ഈ ഓർഫനേജുമായി ബന്ധം പുലർത്തുന്നുണ്ട് രാജു. രാജു ഒന്ന് ഹോസ്പിറ്റലിൽ വന്നപ്പോ ഞാനൊരു വല്ലാത്ത മുണ്ടിലായിപ്പോയി. സോറി ഫോർ ദറ്റ്. ഓ സാരമില്ല ഡോക്ടർ. രാജു മനോഹരമായി പിയാനോ വായിച്ചു. താങ്ക് യു ഡോക്ടർ. ഡോക്ടർ ഫാദർ ഔസേപ്പച്ചനെ പരിചയപ്പെട്ടില്ല? പ്ലീസ്. പേരൻസ് ഫിലാഡൽഫിയയില്, അമ്മാവനും 3 മുറപ്പെണ്ണുങ്ങൾ സിംഗപ്പൂരില്, ബോംബെ ട്രിപ്പ്, ഹരിദ്വാർ, ഋഷികേശ്, ബദ്രിനാഥ്. Shut up! You cheat! You liar! ഇന്ദു, ഇന്ദു. ഹലോ, ഡോക്ടർ രാജലക്ഷ്മി ഹിയർ. ഹലോ, ഹലോ. ഹലോ ഇന്ദു, ഇത് ഞാനാ രാജു. എനിക്കൊന്നും കേൾക്കണ്ട. പ്ലീസ് ഇന്ദു. ഐ ഡോണ്ട് വാണ്ട് ടു ടോക്ക് ടു യു. ഇന്ദു, ഇന്ദു. അത് ശരി. അപ്പോ ഇവിടെ വരെയായി കാര്യങ്ങൾ. ആട്ടെ, ഇത് എത്രാമത്തെ പെഗ്ഗാണ്? എണ്ണം ഓർക്കുന്നില്ല. ഗുഡ്, വെരി ഗുഡ്. ആ, ഒരു ഉപദേശിയുടെ റോള് എനിക്ക് തീരെ ഇണങ്ങുന്നതല്ല. എന്നാലും പറയാം, രാജു കള്ളു കുടിച്ചതുകൊണ്ട് മനസ്സിന്റെ വിഷമം തീരാനാണെങ്കിൽ ഇതാ നോക്ക്, എന്റെ മനസ്സിൽ ഒരിത്തിരി വിഷമം പോലും കാണാൻ പാടില്ല. അതിന് മാത്രം ഞാൻ കുടിക്കുന്നുണ്ട്. ബാലമാവൻ അറിഞ്ഞൂടാ. ഞാൻ വെറും നിർദോഷമായിട്ട് പറഞ്ഞ ചില കാര്യങ്ങൾ ഇന്ദുവിന് ഇന്നെ കാണുന്നതിന് വെറുപ്പാണ്, അറിയോ? ആത്മഹത്യ ചെയ്യണമെന്ന് തോന്നുന്നുണ്ടോ? ഉണ്ടെങ്കിൽ തന്നെ ഒരു തെറ്റുമില്ല. പ്രേമനൈരാശ്യത്തിന്റെ പേരിൽ ഒരിക്കലെങ്കിലും ആത്മഹത്യ ചെയ്യാത്ത ആരും ഇവിടെ ജീവിച്ചിരിപ്പില്ല. എന്നെ തന്നെ കണ്ടൂടെ, കമ്മിറ്റിംഗ് സൂയിസൈഡ് എവരി ഡേ.
ഐ എം ലോസ്റ്റ് ബാലമാമ, ടോട്ടലി ലോസ്റ്റ്. ചുമ്മാ വിഡിത്തം പറയാതെ പരിഹാരമില്ലാത്ത എന്തെങ്കിലും കാര്യമുണ്ടോ? എന്തിനാ ബാലമാവ് എന്നോട് വരാൻ പറഞ്ഞത്? പറയാം. ഞാൻ ഇന്നലെ രാജുവിനെ കണ്ടിരുന്നു. എനിക്ക് കേൾക്കണ്ട. കേക്കണം. ഞാൻ എവിടെ വെച്ച് അയാളെ കണ്ടെന്നറിയോ? ബാറിൽ വെച്ച്, മൂക്കറ്റം കുടിച്ച അവസ്ഥയില്. കുടിക്കട്ടെ, കുടിച്ച് നശിക്കട്ടെ. വിട്ടിത്തം പറയാതെ മോളെ. നിന്റെ ഭാഗത്ത് നിന്ന് നോക്കുമ്പോ രാജു പറഞ്ഞതും ചെയ്തതും എല്ലാം തെറ്റാണ്. അത് ബാലമ്മാവന് സമ്മതിക്കുന്നു. പക്ഷെ എന്തിനു വേണ്ടി അയാൾ അത് ചെയ്തത്? അതൊരു ദിവസം നീ ആലോചിച്ച് നോക്ക്. നിന്നെ കണ്ടപ്പോ അവന്റെ ഇഷ്ടം തോന്നി. അനാഥനാണെന്നുള്ള സത്യം അറിഞ്ഞാൽ ചിലപ്പോ നീ അവനെ അവഗണിച്ചു കളയുമോ എന്നോ ഭയന്നു. ഫിലാഡൽഫിയയിലും സിംഗപ്പൂരിലുമുള്ള അയാളുടെ ബന്ധുക്കളുടെ കള്ളക്കഥകൾ കേട്ടിട്ടല്ലേ എനിക്ക് അയാളോട് ഇഷ്ടം തോന്നിയത്. അല്ല, മാത്രമല്ല, രാജു ഒരനാഥനാണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ നിനക്ക് അവനോട് കൂടുതൽ ഇഷ്ടം തോന്നുമായിരുന്നു. അത് അവൻ മനസ്സിലാക്കിയില്ല. സ്വത്തിന്റെയും വലിയ വലിയ ബന്ധുക്കളുടെയും പെരുപ്പിച്ചുള്ള കഥകൾ കേട്ടാൽ മയങ്ങി വീഴുന്ന ഒരു സാധാരണ പെണ്ണാണ് നീയെന്ന് അവൻ ധരിച്ചു. അത് അവന്റെ തെറ്റ്. പക്ഷെ ആ തെറ്റവൻ ചെയ്തത് നിന്നെ നഷ്ടപ്പെടരുത് എന്നുള്ള അത്യാഗ്രഹം കൊണ്ടായിരുന്നു. അത് നീ ഓർക്കണം. അച്ഛനും അമ്മയില്ലാത്ത കുട്ടിയല്ലേ ഞാനും. എന്നിട്ടും ഞാൻ ഈ വക നുണക്കഥകളൊന്നും പറഞ്ഞില്ലല്ലോ. നിന്നെ പോലെ അല്ല മോളെ രാജു. അച്ഛനും അമ്മയും മാത്രമല്ലേ നിനക്ക് നഷ്ടപ്പെട്ടുള്ളൂ. നിന്റെ ഏതാഗ്രഹവും സാധിച്ചു തരാൻ രാജലക്ഷ്മിയുണ്ട്, ബാലമ്മാവനുണ്ട്, ഞങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ രാജു പാവം, അച്ഛനും അമ്മയും ആരെന്നറിയാതെ ഒരു പറ്റം അനാഥ കുട്ടികൾ ഒരുവനായി സ്വന്തമെന്ന് പറയാൻ ആരുമില്ലാതെ വളർന്നു വന്ന അവന്റെ മനസ്സ് നീ ഒന്ന് ആലോചിച്ച് നോക്ക്. എന്നിട്ട് പറയേ, നിന്നോടുള്ള സ്നേഹക്കൂടുതൽ കൊണ്ട് അവനീ ചെയ്ത തെറ്റ് ഒരു ചെറിയ തെറ്റല്ലേ, ക്ഷമിക്കാവുന്നല്ലേ ഉള്ളൂ. ഞാൻ പോകുന്നു. ഞാൻ വന്നോണ്ടാണെങ്കിൽ വേണ്ട, ഞാൻ തന്നെ പോയേക്കാം. പൊയ്ക്കോ, രണ്ടുപേരും പൊയ്ക്കോ. എവിടെങ്കിലും പോയി ചാക്. പരസ്പരം സ്നേഹിക്കുന്ന രണ്ട് മനസ്സുകൾ തമ്മിൽ പിണങ്ങിപ്പിരിയരുന്നുള്ള ആഗ്രഹം കൊണ്ടാണ് ഞാനിതിൽ ഇടപെട്ടത്. വില പറഞ്ഞ് ഈഗോയുടെ പേരിൽ അംഗം വെട്ടി ചാകാനാണ് രണ്ടുപേർക്കും മനസ്സെങ്കിൽ ആയിക്കോ. ഹൂ കേഴ്സ്? You cheat! You lie! Indu, please listen me. ചതിയൻ, നുണയൻ. ജന്മങ്ങൾ തൻ കൽപ്പടവുകളിൽ നമ്മൾ ഒന്നിച്ചിരുന്നു പാടി. ജന്മങ്ങൾ തൻ കൽപ്പടവുകളിൽ നമ്മൾ ഒന്നിച്ചിരുന്നു പാടി. പാടിയ പാട്ടുകൾക്കെല്ലാം ഒരേ പല്ലവിയായിരുന്നു. ജന്മങ്ങൾ തൻ കൽപ്പടവുകളിൽ നമ്മൾ ഒന്നിച്ചിരുന്നു പാടി. സ്നേഹത്താൽ കത്തി ജ്വലിക്കും സൂര്യദേവൻ തഴുകുമ്പോൾ. സ്നേഹത്താൽ കത്തി ജ്വലിക്കും സൂര്യദേവൻ തഴുകുമ്പോൾ. ആദ്രയാം ഭൂമി തന്നാത്മാവ് പാടുന്നു, നിന്നെ ഞാൻ സ്നേഹിക്കുന്നു. ജന്മങ്ങൾ തൻ കൽപ്പടവുകളിൽ നമ്മൾ ഒന്നിച്ചിരുന്നു പാടി.
പാടിയ പാട്ടുകൾക്കെല്ലാം ഒരേ പല്ലവിയായിരുന്നു. ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. വേർപെടും വേളയിൽ പോലും പിന്നിലേതോ വിജനതയിൽ, വേർപെടും വേളയിൽ പോലും പിന്നിലേതോ വിജനതയിൽ, പിന്നിലാവായി വന്നു മന്ദഹസിക്കുന്ന നിന്നെ ഞാൻ സ്നേഹിക്കുന്നു. ജന്മങ്ങൾ തൻ കൽപ്പടവുകളിൽ നമ്മൾ ഒന്നിച്ചിരുന്നു പാടി, പാടിയ പാട്ടുകൾക്കെല്ലാം ഒരേ പല്ലവിയായിരുന്നു. ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. അജയൻ എവിടെ? എവിടെ അജയൻ? ഞാനിവിടെ ഉണ്ട്. അപ്പൊ തനിക്കിത് പറഞ്ഞൂറോ? ദിവസവും ഇയാൾ വരുന്നവരെ ഊണുമേശക്കരികെ മറ്റുള്ളവർ കാത്തിരിക്കണോ? സോറി. പോലീസുകാരുടെ മുറയിലും നിഘണ്ടുവിലും സോറി എന്നൊരു വാക്കില്ല. അത് ഓർമ്മ വെച്ചാൽ തനിക്ക് നല്ലത്. ആ, ഇന്നലെ താൻ രാത്രി എത്ര മണിക്ക് വന്നത്? ഒരു 10-10 കാണും. എന്റെ പഴയ ഒരു ഫ്രണ്ടിനെ കാണാനുണ്ടായിരുന്നു. പറ്റില്ല. 7 മണിക്ക് മുമ്പേ ദിവസവും വീട്ടിലെത്തിക്കൊള്ളണം. ഇവള് കാത്തിരിക്കുക. ആ, ശനിയാഴ്ച താൻ സതിയെ സിനിമയ്ക്ക് കൊണ്ടുപോയോ? ഇല്ല. പിന്നെ നല്ല സിനിമ ഇല്ലായിരുന്നു. അതൊന്നും താൻ അന്വേഷിക്കേണ്ട കാര്യമില്ല. എല്ലാ ശനിയാഴ്ചയും താൻ സതിയെ സിനിമയ്ക്ക് കൊണ്ടുപോയിക്കൊള്ളണം. ശരി സാർ. എന്താ? കൊണ്ടുപോയിക്കോളാം. അതും ഞാൻ തന്നെ ചോദിക്കണോ? പറയൂ. കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പൊ എത്ര നാളായി? ഒരു 4-5 മാസമായിട്ടുണ്ടാവും. തെറ്റ്. 5 മാസവും 16 ദിവസവും. ശരിയാണ് സാർ. അല്ല, വിശേഷം വല്ലതുണ്ടോ? വിശേഷം തനിക്കല്ല, ഇവൾക്ക് വിശേഷം വല്ലതും ഉണ്ടോന്ന്? ഒന്നുമില്ല സാർ. ആ, അതെന്താ? അത് ഒരു ആസൂത്രണമായിരിക്കും. വേണ്ട, റിട്ടയർ ചെയ്യാൻ എനിക്കിനി 4-5 കൊല്ലം കൂടിയേ ഉള്ളൂ. വല്ലയിടത്തും വരട്ടി കൊച്ചുങ്ങൾക്ക് അഡ്മിഷൻ വാങ്ങണമെങ്കിൽ അതിന് മുമ്പ് വേണം. മനസ്സിലായോ? ഞാൻ ട്രൈ ചെയ്യാം സാർ. എന്താ? ഞാൻ ട്രൈ ചെയ്യുന്നുണ്ട് സാർ. എന്നാ ട്രൈ ചെയ്യ്. ഡോക്ടർ തെറ്റിദ്ധരിക്കണ്ട. കമ്പനിയുടെ കാര്യം പറഞ്ഞ് കാല് പിടിക്കാൻ വേണ്ടിയല്ല ഞാൻ വന്നത്. പിന്നെന്താ? അത് ഇന്നും നിങ്ങളുടെ പിറന്നാളാണോ? അയ്യോ അല്ല, ഇത്തവണ അങ്ങനെ നുണക്കഥകളൊന്നുമില്ല. ഗുഡ്. എങ്കിൽ കാര്യം പറയൂ. അത് വളച്ചു കെട്ടാതെ പറയാം. കൂടുതലൊന്നും പരിചയപ്പെടുത്താതെ എന്റെ എല്ലാ ബാക്ക്ഗ്രൗണ്ടും ഡോക്ടർക്ക് ഇപ്പോൾ അറിയാം. ഒരു മുഖവരയുടെ ആവശ്യമില്ല. എനിക്ക് ഇന്ദുവിനെ ഇഷ്ടമാണ്, ഇന്ദുവിന് എന്നെയും. എനിക്ക് ഇന്ദുവിനെ വിവാഹം കഴിച്ചാൽ കൊള്ളാമെന്നുണ്ട്. ഡോക്ടർ അതിന് അനുവാദം തരണം. മിസ്റ്റർ രാജു, ഒരിക്കൽ ഞാൻ വളരെ അപ്സെറ്റ് ആയിരുന്ന സന്ദർഭത്തിൽ നിങ്ങൾ ആ ഹോസ്പിറ്റൽ എന്റെ ക്യാബിനിൽ കയറി വന്നു. അന്ന് വളരെ പരുഷമായ വാക്കുകൾ ഉപയോഗിച്ചാണ് നിങ്ങളെ ഞാൻ ഇറക്കി വിട്ടത്. ഇന്ന് എന്റെ വീട്ടിൽ കയറി വന്ന നിങ്ങളോട് അതേ വാക്കുകൾ ഉപയോഗിക്കാൻ എനിക്ക് വിഷമമുണ്ട്. ഇങ്ങനെ ഒരു ആഗ്രഹം മനസ്സിലുണ്ടായിരുന്നെന്നോ അതിങ്ങനെ എന്റെ മുമ്പിൽ അവതരിപ്പിച്ചെന്നോ മറന്നു കളയാ. ഡോക്ടർ, അത് ഇതൊരിക്കലും നടക്കാൻ പോകുന്നില്ല. ഡോക്ടർ, ഇന്ദുവിനെ ഞാൻ സ്നേഹിക്കുന്നത്... വേണ്ട, വിശദീകരിക്കണമെന്നില്ല. വലിയൊരു ബംഗ്ലാവ്, വേണ്ടതിലേറെ സ്വത്തുക്കൾ, എല്ലാത്തിനും അവകാശിയായി ഇന്ദു മാത്രം. ഈ സാഹചര്യത്തിൽ
ഇങ്ങനൊരു ആഗ്രഹം സാധാരണമാണ്. പക്ഷെ അതിനു മുൻപ് നിങ്ങൾ സ്വയം ഒന്ന് ആലോചിക്കണമായിരുന്നു. നിങ്ങൾ ആരാണ്, എന്താണ് നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ട് എന്ന്. ഡോക്ടർ, അനുവദിക്കുകയോ അനുവദിക്കാതിരിക്കുകയോ നിങ്ങളുടെ ഇഷ്ടം. പക്ഷെ ഇന്ദുവിനെ ഞാൻ സ്നേഹിക്കുന്നത് നിങ്ങളുടെ സ്വത്തുക്കൾ കണ്ട് ഭ്രമിച്ചാണെന്ന് മാത്രം പറയരുത്. ക്ഷോഭിക്കുന്നത് എന്തിന്? അവനവന്റെ നിലയും സാഹചര്യങ്ങളും മറന്ന് ഇത്തരം വിട്ടിവേഷങ്ങൾക്ക് ഒരുങ്ങുമ്പോൾ കരുതേണ്ടിയിരുന്നു ഇതിനും വലിയ അവഹേളന വാക്കുകൾ കേൾക്കേണ്ടി വരുമെന്ന്. ആന്റി, ആന്റി, രാജുവിനെ എനിക്ക് ഇഷ്ടമാണ്. ഇന്ദു അകത്തു പോകൂ. ഇല്ല ആന്റി, എനിക്ക് സംസാരിക്കണം. സംസാരിക്കാം, ബട്ട് നോട്ട് ഹിയർ. ആദ്യം ഞാൻ പറഞ്ഞനുസരിക്കും. ഗോ ഇൻസൈഡ്. ഞാനാണ് പറയുന്നത്. നോക്കൂ രാജു, എന്റെ വാക്കുകൾ ക്രൂരമായിരിക്കും. ഐ കാൺ ഹെൽപ്പ് ഇറ്റ്. ഇന്ദു എനിക്കെന്റെ മകളെക്കാൾ പ്രിയപ്പെട്ടവളാണ്. അമ്മയും അച്ഛനും ആരാണെന്ന് അറിയാതെ ഒരു അനാഥാലയത്തിൽ വളർന്ന നിങ്ങൾക്ക് അവളെ വിവാഹം കഴിച്ചു തരാൻ ഞാൻ ഒരിക്കലും സമ്മതിക്കില്ല. ഡോക്ടർ, നിങ്ങൾ പറയുന്നത് എനിക്ക് കൂടുതലൊന്നും പറയാനില്ല. ഞാൻ പ്ലീസ് പോകൂ. സോറി. മുഖത്തടിക്കും പോലെ രാജലക്ഷ്മി പറഞ്ഞു കാണും പറ്റില്ല എന്ന് അല്ലേ? ഞങ്ങളിനി എന്താ വേണ്ടത്? ഏതായാലും നിങ്ങൾ അംഗം കുറിച്ചില്ലേ, പേടിക്കണ്ട, ഞാനുണ്ട് നിങ്ങളുടെ കൂടെ. എന്റെ വാക്ക് രാജലക്ഷ്മി തട്ടിക്കളയുന്ന എനിക്കൊന്ന് കാണണം. സാധ്യമല്ല ബാലേട്ട. ഇത് പറയാൻ വേണ്ടിയായിരുന്നെങ്കിൽ ബാലേട്ട ഇവിടെ വരാൻ പാടില്ലായിരുന്നു. രാജലക്ഷ്മി, നിന്റെ ജീവിതമോ നീ നശിപ്പിക്കുന്നു, അത് നിന്റെ ഇഷ്ടം. പക്ഷെ ഇന്ദു, അവളുടെ ജീവിതം കൊണ്ട് അമ്മാനമാടാൻ ഞാൻ സമ്മതിക്കില്ല. ബാലേട്ടൻ എന്തെന്നെ പറഞ്ഞാലും ശരി, ഈ ബന്ധം നടക്കില്ല. ഞാനിതിന് സമ്മതിക്കില്ല. എന്തുകൊണ്ട്? ഇന്ദു പ്രായപൂർത്തിയായ പെണ്ണാണ്. അവൾ ഇഷ്ടപ്പെടുന്ന ചെറുപ്പക്കാരാണ് രാജു. അവളെ പോറ്റാനുള്ള കഴിവ് അവനുണ്ട്. പിന്നെന്താ? തർക്കിക്കാൻ ഞാനില്ല. രാജലക്ഷ്മി, പണ്ട് നീ ജയമോഹനെ ഇഷ്ടപ്പെടുന്നു എന്ന് പറഞ്ഞപ്പോ എല്ലാവരും എതിർത്തു. ആ എതിർപ്പിനെ ധിക്കരിച്ച് നീ ഇറങ്ങി പുറപ്പെട്ടപ്പോ കൂടെ നിന്നവനായി ബാലേട്ടൻ. ഇന്ന് നിന്റെ എതിർപ്പിനെ ധിക്കരിച്ച് രാജുവിന്റെ കൂടെ ഇറങ്ങിപ്പോകാൻ ഇന്ദു തയ്യാറാണെങ്കിൽ സംശയിക്കണ്ട, ഈ ബാലേട്ടൻ ഉണ്ടാവും അവരുടെ കൂടെ. അവരുടെ വിവാഹത്തിനും ഈ ബാലേട്ടനായിരിക്കും ഒന്നാം സാക്ഷി. ബാലേട്ടാ, എന്റെ ഈ ജന്മം കല്യാണത്തിന് സാക്ഷി ഒപ്പിട്ട് തീരുമായിരിക്കും. തീരട്ടെ, ഹൂ കേഴ്സ്? ബാലേട്ടൻ വീൺവാക്കുകൾ പറയാറില്ല, നിനക്കറിയാതെ. അങ്ങനെ സംഭവിച്ചാൽ പിന്നെ ഈ രാജലക്ഷ്മി ജീവിച്ചിരിക്കില്ല. രാജലക്ഷ്മി, രാജലക്ഷ്മി വീൺവാക്കുകൾ പറയാറില്ല. അത് ബാലേട്ടനും ഓർത്തുള്ളൂ. ആന്റിയെ ധിക്കരിച്ച് ഞാൻ എന്തെങ്കിലും പ്രവർത്തിച്ചാൽ ഒരതിക്രമം കാണിക്കാൻ കൂടി ആന്റി മടിക്കില്ല. ഞാൻ അറിഞ്ഞു, ബാലമ്മാവൻ പറഞ്ഞു. അച്ഛൻ ഞാൻ ജനിക്കും മുമ്പേ മരിച്ചു. അമ്മ കൂടി മരിച്ചപ്പോ ഏതെങ്കിലും അനാഥാലയത്തിൽ ചെന്ന് ചേരുക വഴിയുണ്ടായിരുന്നുള്ളൂ. ആന്റി എന്റെ രക്ഷ ഏറ്റെടുത്തില്ലായിരുന്നെങ്കിൽ ഒരാഴ്ച മുഴുവൻ തീർത്താ തീരാത്ത കടപ്പാടുണ്ട് എനിക്ക് ആന്റിയോട്. പക്ഷെ എന്ന് കരുതി രാജുവിനെ മറക്കാൻ ഈ ജന്മം എനിക്കാവില്ല. എന്ത് വേണമെന്ന് എനിക്കൊരു രൂപമില്ല രാജു. അർഹിക്കാത്തത് ആഗ്രഹിച്ചതാണ് എന്റെ തെറ്റ്. രാജു, നമ്മൾ കണ്ടുമുട്ടരുതായിരുന്നു, ഇങ്ങനെ പരസ്പരം അടുക്കരുതായിരുന്നു. ഇല്ല ഇന്ദു, ഇന്ദുവിന്റെ നന്മയാണ് ആന്റി കാണുന്നത്. മേ ബി ഷീസ് റൈറ്റ്. രാജു, കഴിഞ്ഞതെല്ലാം മറക്കാമെന്ന് ഞാൻ പറയില്ല, പക്ഷേ നമുക്ക് പിരിയാം. അതാവും വിധി. രാജു, ആന്റി,
വിഷമിക്കരുത്. ആന്റിയുടെ ഇഷ്ടത്തിനെതിരായിട്ട് ആന്റിയെ ധിക്കരിച്ച് ഞാനൊന്നും ചെയ്യില്ല. അച്ഛനും അമ്മയും ഇല്ലാത്ത ദുഃഖം ഞാൻ അറിഞ്ഞിട്ടില്ല. ആന്റിയോടുള്ള എന്റെ കടപ്പാടുകൾ മറ്റെന്ത് മറന്നാലും ഞാനത് മറക്കില്ല. നെവർ. ഹിന്ദു, സാരമില്ല ആന്റി. ഐ മീൻ ദിസ്. രാജു എന്നെ വിവാഹം കഴിക്കുന്നത് ആന്റിക്ക് സമ്മതമില്ലെങ്കിൽ വേണ്ട. ഞാനിത് സഹിക്കാം. മോളെ ഹിന്ദു, സത്യം ആന്റി. പക്ഷേ രാജുവിനെ മറന്ന് മറ്റൊരാളെ വിവാഹം കഴിക്കാൻ അത് മാത്രം ആന്റി എന്നോട് പറയരുത് പ്ലീസ്. എനിക്കതാവില്ല ആന്റി. ഹിന്ദു, ഒരിക്കലൊരു പുരുഷനെ സ്നേഹിച്ചതാണ് ആന്റി. എന്റെ ഈ മനസ്സ് ആന്റി കാണണം. എത്രയെങ്കിലും. ഹിന്ദു, ഒരു പരാതിയും പറയാതെ ഈ ആയുസ് മുഴുവൻ ആന്റിയുടെ ഒരു നിഴൽ പോലെ ഞാൻ കൂടെ ഉണ്ടാവും. രാജുവിന് ഇങ്ങനെ ഒരു ബന്ധം ഉണ്ടായിരുന്നുവെന്ന് ഞാൻ ഇപ്പോഴാണ് അറിയുന്നത്. പറയൂ ഡോക്ടർ, ഞാൻ എന്താണ് ചെയ്യേണ്ടത്? എന്ത് ചെയ്യണമെന്ന് തീർച്ചയില്ലാത്ത മനസ്സുമായാണ് ഞാൻ ഇവിടെ വന്നത്. എനിക്ക് ഫാദർ ഉപദേശം വേണം. തീരുമാനമെടുക്കേണ്ടത് ഡോക്ടറാണ്. രാജുവിനെ കുറിച്ച് എനിക്കൊന്നും അറിയില്ല ഫാദർ. ഒരു അനാഥാലയത്തിൽ വളർന്നു എന്നതൊരു കുറവാണെങ്കിൽ ഓഫ് കോഴ്സ് രാജുവിന് അതൊരു ഡിസ്ക്വാളിഫിക്കേഷൻ ആണ്. അതല്ല ഫാദർ, ആരാണ് എന്താണെന്നൊന്നും അറിയാതെ. നോക്കൂ ഡോക്ടർ, അനാഥാലയത്തിൽ വളരുന്നവരെല്ലാം ആരോരുമില്ലാത്തവരാണെന്ന് കരുതരുത്. സാഹചര്യങ്ങളും വിധിയുമാണ് അവരെ അവിടെ എത്തിക്കുന്നത്. രാജുവിന്റെ പാസ്റ്റിനെ കുറിച്ച് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഞാൻ ചില വിവരങ്ങൾ അറിഞ്ഞു. ഒരുപക്ഷെ 10-25 വർഷങ്ങൾക്ക് മുമ്പ് ഞാനിതറിയാൻ ഇടവന്നിരുന്നുവെങ്കിൽ അവന്റെ ഫെയ്റ്റ് മറ്റൊന്നാകുമായിരുന്നു. അവൻ ഒരിക്കലും ഈ ഓർഫനേജിൽ വളരേണ്ടി വരുമായിരുന്നില്ല. അറിഞ്ഞിടത്തോളം വിവരങ്ങൾ വെച്ച് ഇനിയിപ്പോൾ അവന്റെ ബാക്ക്ഗ്രൗണ്ട് ട്രേസ് ചെയ്തെടുക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. അവ പൂർണ്ണമല്ല. എങ്കിലും അറിയാവുന്നിടത്തോളം ഞാൻ പറയാം. ആലീസ് എന്നൊരു സ്ത്രീയാണ് രാജുവിനെ എൻ്റെ അടുക്കൽ കൊണ്ടുവന്നത്. എവിടെന്നോ കിട്ടിയൊരു കുട്ടിയെന്നേ അവരെന്നോട് പറഞ്ഞുള്ളൂ. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ആലീസ് മരിച്ചു. മരിക്കും മുമ്പ് അവരെന്നോട് പറഞ്ഞു, ആലീസിന്റെ പരിചയക്കാരായിരുന്നു ലോറിക്കാരിൽ ഒരാൾ. വിവരങ്ങളൊന്നും പുറത്തു പറയരുതെന്ന് വിലക്കി രാജുവിനെ ആലീസിനെ ഏൽപ്പിച്ച് അവർ പോയി. 2-3 മാസത്തോളം രാജു ആലീസിന്റെ കൂടെ നിന്നു. പിന്നെയാണ് അവനെ എന്റെ അടുക്കൽ കൊണ്ടുവന്നാക്കിയത്. എന്ത് പറ്റി ഡോക്ടർ? രാജുവിന്റെ ചെറുപ്പത്തിലുള്ള ഫോട്ടോകൾ ഏതെങ്കിലും ഇവിടെ കാണുമോ ഫാദർ? വൈ? ഞാനൊന്ന് കാണട്ടെ പ്ലീസ്. What's happening to you? Father. എന്റെ മോൻ. What? എന്റെ മോൻ. എന്റെ മോൻ രാജു. ഹിന്ദു, ഹിന്ദു, എന്താ ആന്റി? മോളെ ഹിന്ദു, മോളെ മോളെ രാജു, 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 എന്റെ മോൻ രാജു, എന്റെ മോൻ രാജു.
ഫാദർ, എത്രയും പെട്ടെന്ന് രാജുവിനെ കണ്ടുപിടിച്ച് ഇങ്ങോട്ട് വിടാന്ന് ഫാദർ ഏറ്റിരുന്നതാ. എന്താ ഇന്ദു രാജു വരാൻ ഇനി വൈകുന്നത്? 10-25 കൊല്ലം ക്ഷമിച്ചില്ലേ, ഇനി ഒരിത്തിരി കൂടി ക്ഷമിക്ക്. രാജു വരും, ഉടനെ വരും. രാജു രാജു മോനെ മോനെ രാജു മോനെ അമ്മയാണ് ഞാൻ, മോന്റെ അമ്മ. അമ്മ അമ്മ